സ്തോത്രം, ഹല്ലേലൂയ. തൻ്റെ പുത്രനെ കുറിച്ച് എന്തൊക്കെ സംഭവിക്കണമെന്ന് എഴുതിയിട്ടുണ്ടോ അതാണ് നടന്നത്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇതൊക്കെ സംഭവിച്ചത് തിരുവെഴുത്തുകൾ നിവൃത്തിയാകാനാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചില വാക്യങ്ങൾ ചേർത്ത് വെച്ച് പറയട്ടെ. 40-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പറഞ്ഞൊരു വാക്യം നിങ്ങൾ ഓർക്കണോ? വായിക്കണമെന്നില്ല. വാക്യം ഇങ്ങനെയാണ്: സ്തോത്ര, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഭക്തിയോടെ ജീവിക്കേണ്ട മനുഷ്യനെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പേരെഴുതി വെച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ മക്കൾക്ക് എന്ത് സംഭവിക്കണം? നിനക്കെതിരെ ഒരു പോരാട്ടം വന്നാൽ, നിനക്കെതിരെ ആരെങ്കിലും സ്തോത്രം നിന്നെ ശത്രുവായി കണ്ടാൽ, നിന്റെ കുടുംബത്തിലൊരു പ്രതിയോഗി എഴുന്നേറ്റാൽ എന്ത് സംഭവിക്കണമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചതേ നിറവേറ്റുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. 6 മണിക്കൂറാണ് കർത്താവ് യേശു ക്രൂശിൽ കിടന്നത്. സ്തോത്രം, ഹല്ലേലൂയ. 6 മണിക്കൂറാണ്. സ്തോത്രം. അതിൽ 2 ഭാഗമായി തിരിക്കാം 6 മണിക്കൂറിന്. വേദപുസ്തക ചിന്തയിൽ സ്തോത്രം 6 മണിക്കൂറിന് 2 ഭാഗമായി തിരിക്കാം. നമ്മുടെ സമയമനുസരിച്ച് രാവിലെ 9 മണിക്ക് യേശുവിനെ ക്രൂശിക്കുന്നു. സ്തോത്രം. അടുത്ത 6 മണിക്കൂർ സ്തോത്രം ഉച്ച കഴിഞ്ഞ് 3 മണി വരെയുള്ള സമയം, 3 മണി വരെയുള്ള സമയമാണ്. അതിൽ ആദ്യത്തെ 3 മണിക്കൂർ സ്തോത്രം 3-ാം മണി നേരം മുതൽ 6-ാം മണി നേരം വരെയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. 3-ാം മണി നേരം മുതൽ 6-ാം മണി നേരം വരെ എന്ന് പറഞ്ഞാൽ 3 മണി എന്നല്ല അർത്ഥം. യഹൂദൻ്റെ ഘടികാരത്തിലെ 3-ാം മണി എന്ന് പറയുന്നത് 9 മണിയാണ്. ആ സമയം മുതൽ 6-ാം മണി നേരം വരെ, ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയം. ആ സമയം സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ കിടക്കുന്നതിൻ്റെ പകുതി സമയമാണ്. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തൊക്കെയും ഇരുട്ട് പരന്നു എന്ന് എഴുതിയിരിക്കുന്നത്. കൃത്യം പകുതി വെച്ച് സൂര്യൻ സ്തോത്രം ഇരുണ്ടു. സൂര്യൻ ഇരുണ്ടിട്ട് സ്തോത്രം, ഹല്ലേലൂയ, ഇരുട്ട് പകർന്നു. അങ്ങനെ രണ്ടാമത്തെ 3 മണിക്കൂർ ഒരു അരണ്ട വെളിച്ചത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ആ അരണ്ട വെളിച്ചത്തിൽ നടന്ന പല സംഭവങ്ങളുണ്ട്. അതിലൊരു സംഭവമാണ് ഈ പാരഗ്രാഫിനകത്ത് എഴുതിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആ ഇരുട്ട് പരക്കുന്ന നേരത്ത് അതിനകത്തും ദൈവമായ കർത്താവ് തൻ്റെ വചനം നിവർത്തിക്കുന്നു. സ്തോത്രം. ഞാൻ തെളിഞ്ഞു വരുന്ന ദൂത് പറയാം. ജീവിതത്തിൻ്റെ തലയ്ക്ക് മീതെ ഇരുട്ട് പരക്കുന്നു എന്ന് തോന്നിയാലും ഇരുട്ടിനകത്തും പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. സോദരൻ, സൂര്യൻ അസ്തമിച്ചാലും അതിന് കീഴെ സ്വർഗത്തിലെ ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ടോ അതല്ലാതെ മറ്റൊന്നും നടക്കുകയില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിരുന്ന് പകലക്കാലം ഇവിടെ ഇരിക്കുമ്പോൾ നിന്റെ തലയ്ക്ക് മീതെ ഇരുട്ട് പരന്നാലും നിന്റെ ചുറ്റും ഇരുട്ട് പരന്നാലും വിശ്വസിക്ക്, അതിന് നടുവിലും ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഇന്ന് പകലക്കാലം വിശ്വസിച്ചുകൊണ്ട് നന്ദിയോടെ ഇരിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്യുക. ഇരുട്ട് പരന്നു, പക്ഷെ അതിനകത്തും ദൈവപ്രവർത്തി നിന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ, കർത്താവേ, ഉള്ള വെളിച്ചം കൂടി കുറയുകയാണ്, എൻ്റെ ഭവനാന്തരീക്ഷത്തിൽ ചില വിഷയത്തിൽ ഇരുട്ട് പരക്കുകയാണ്, പ്രാർത്ഥിക്കും തോറും അതിന് ഭാരങ്ങൾ കൂടുകയാണ് എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഈ ഇരുട്ടിനകത്തും ദൈവപ്രവൃത്തി നടക്കാതിരിക്കത്തില്ല. സൂര്യൻ അസ്തമിച്ചാലും ദൈവം അസ്തമിക്കത്തില്ല, സൂര്യൻ ഇരുണ്ടാലും ദൈവം ഇരുളത്തില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് കരങ്ങൾ അടിച്ചോ, കരങ്ങൾ ഉയർത്തിയോ, സന്തോഷത്തോടെ പറ, സൂര്യൻ ഇരുണ്ടാലും ദൈവപ്രവൃത്തി നിന്ന് പോകത്തില്ല. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തേ. ഞാൻ ഓരോ വാക്കുകൾ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം സൂര്യൻ ഇരുണ്ടു പോകുകയാണ്, കാര്യങ്ങൾ ഇരുട്ടാകുകയാണ് എന്ന് തോന്നിയാലും സ്വർഗം പറയുന്നു, ഇരുട്ടിനകത്തു ഹല്ലേലൂയ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്താതിരിക്കില്ല. സാമ്പത്തിക ഞെരുക്കം വരുമ്പോൾ, സ്വത്ര കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അതുപോലെ നടക്കാതെ വരുമ്പോൾ, പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോഴൊക്കെ നമുക്ക് തോന്നും ഇരുട്ട് പരക്കുകയാണെന്ന്. സ്വത്രം നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ നമുക്ക് തോന്നും ഇരുട്ട് പരക്കുകയാണെന്ന്. ഇരുട്ടിനകത്തും ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് ഇന്ന് പകലിൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന ആരോടോ, നിങ്ങൾക്ക് ഇതിനകത്ത് ഏതുമില്ലെങ്കിൽ ഈ ഓൺലൈനിൽ പങ്കെടുക്കുന്ന ആരോടോ ദൈവം പറയുന്നു, എല്ലാരും കൂടി നിന്നെ ഇരുട്ടിൽ തള്ളിയാലും അവിടെ പ്രവർത്തിക്കുന്ന ദൈവം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ 3 മണിക്കൂറിനകത്താണ് ഏറ്റവും വലിയ കാര്യങ്ങൾ നടന്നത്. അതിലൊരു കാര്യമാണ് ഈ പാരഗ്രാഫിനകത്ത് എഴുതിയിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ നിർണായകമായിരിക്കുന്ന ക്രൂശീകരണത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തുന്ന സമയത്ത്
സ്തോത്രം. യഹൂദന്മാർ പീലാത്തോസിനോട് പറയുകയാണ്, അവിടെ എഴുതിയിരിക്കുന്നത്, അന്ന് ഒരുക്കനാളും ആ ശബത്ത് നാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിലിരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിപ്പിച്ചെടുക്കണമെന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അപ്പോൾ നമുക്ക് അവിടെ മുതൽ നമ്മുടെ ചിന്ത തുടങ്ങാം. സ്തോത്രം. 3 പേരെയാണ് ക്രൂശിച്ചത്. നിങ്ങൾക്കറിയാലോ, 2 കള്ളന്മാരെയും അതിന് നടുക്ക് കർത്താവിനെയും. സ്തോത്രം. 3 പേരെ ക്രൂശിച്ചു. പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് സ്തോത്രം അവരോട് പറഞ്ഞത്, എടുപ്പിക്കണമെന്ന് യഹൂദന്മാർ പറഞ്ഞത് 3 പേരുടെയും കാല് ഒടിപ്പിച്ച് ക്രൂശിൽ നിന്നിറക്കണം. എന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയാമോ? സ്തോത്രം. ശബത്ത് ആരംഭിച്ചാൽ മൃതശരീരങ്ങൾ കുരിശിൽ കിടക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല എന്നുള്ളത് യഹൂദൻ്റെ നിയമമാണ്. ആ നിയമം അനുസരിച്ച് സ്തോത്രം അല്പോടെ കഴിയുമ്പോഴത്തേക്കും, അതായത് ഉച്ചയ്ക്ക് ശേഷം ഇപ്പം 3 മണിയായി, അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഏകദേശം 6 മണിക്കുള്ളിലാണ്. അതിന് പ്രത്യേകിച്ച് ഘടികാരമല്ല പറയുന്നത്, സൂര്യനാണ് നിശ്ചയിക്കുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? യെരുശലേമിൻ്റെ തെരുവിൽ ഇരുട്ട് പരക്കാൻ തുടങ്ങുമ്പോൾ യഹൂദൻ്റെ ശബത്ത് ആരംഭിക്കുമെന്നാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. മധ്യപൂർവ്വദേശത്ത് 7 മണി വരെ കാത്തിരിക്കേണ്ടി വരികയല്ല. സ്തോത്രം. അവിടെ ഒരു 5:30-5:45 കഴിയുമ്പോഴത്തേക്കും പ്രത്യേകാൽ ഇരുട്ട് പരക്കാൻ തുടങ്ങും. അപ്പോൾ 6 മണിക്കുള്ളിൽ ഇരുട്ട് പരക്കും. ഇരുട്ട് പരന്നാൽ കടകൾ അടയ്ക്കണം, എല്ലാ പണികളും നിർത്തണം, കാരണം ശബത്ത് ആരംഭിച്ചു. അപ്പോൾ ശബത്ത് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഇവർക്കെല്ലാം കൈ കഴുകി സ്തോത്രം യേശുവിൻ്റെ ചോര തെറിച്ച കുപ്പായെല്ലാം മാറി ഇവർക്ക് വീണ്ടും സ്തോത്രം ഇവർ യഹൂദന്മാരായി പഴയതുപോലെ അവരുടെ കാര്യങ്ങളിൽ കിടക്കണം, അവരുടെ ദേവാലയത്തിനകത്ത് കാര്യങ്ങളിലേക്ക് പോകണം. അതുകൊണ്ട് സ്തോത്രം സ്വാഭാവികമായിട്ടും ആരോഗ്യ ദൃഢഗാത്രരായ യൗവനക്കാരായിരിക്കുന്ന 3 പേരെ ക്രൂശിച്ചിരിക്കുമ്പോൾ അവരുടെ പ്രാണം ക്രൂശിൽ കിടന്നുകൊണ്ട് സ്തോത്രം ജീവൻ പോകുക എന്ന് പറയുന്നത് ഏറ്റവും വേദനാജനകമാണ്. കാരണം സ്തോത്രം പെട്ടെന്ന് വെടിവെച്ച് കൊല്ലുന്നത് പോലെയോ കഴുത്ത് വെട്ടി കൊല്ലുന്നത് പോലെയോ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് പോലല്ല, ക്രൂശിൽ കിടക്കുകയാണ്. ക്രൂശിൽ കിടക്കുന്ന സമയത്ത് സ്തോത്ര കൈകൾ രണ്ടും സ്തോത്ര ക്രൂശിലേക്ക് ചേർത്ത് ആണിയടിച്ച് സ്തോത്രം അങ്ങനെ കൈകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. കൈകളിലാണ് തൂങ്ങിക്കിടക്കുന്നത്. സ്തോത്രം തൂങ്ങിക്കിടക്കുകയാണ്. ശരിക്കുമുള്ള ചരിത്രം പരിശോധിച്ചാൽ സ്തോത്രം ആ കൈകൾ ചേർത്ത് തൂങ്ങിക്കിടക്കുമ്പോൾ കുറച്ചു നേരം ഇങ്ങനെ കൈ പിടിച്ചു കിടക്കുകയല്ല, തൂങ്ങിക്കിടക്കുക. സ്തോത്രം. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ ഡോറിൽ തൂങ്ങി യാത്ര ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ബോംബെ പോലത്തെ വലിയ നഗരങ്ങളിൽ മെട്രോ ട്രെയിനിൻ്റെ ഡോറിൽ തൂങ്ങി യാത്ര ചെയ്യുന്നവർക്കറിയാം, കുറച്ചു നേരം തൂങ്ങി പിടിച്ച് നിൽക്കുമ്പോൾ കൈ പറഞ്ഞു പോകുന്നത് തോന്നും. പാണിയടിച്ചിങ്ങനെ തൂക്കിയിട്ടിരിക്കുക, കെട്ടിവെച്ചിരിക്കുകയല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അസ്ഥികൾ പറഞ്ഞു പോകുന്നത് പോലെ തോന്നും ശരീരത്തിൽ നിന്ന്. കുറേ കഴിയുമ്പോൾ നീര് വെച്ച് ശ്വാസം കിട്ടാതെയാകും. അങ്ങനെ ശ്വാസം കിട്ടാതെ പെടഞ്ഞാണ് മരിക്കുന്നത്. ആരോഗ്യമുള്ള ഒരാൾ മരിക്കണമെങ്കിൽ ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത് 33 വയസ്സുണ്ട് കർത്താവായ യേശുവിന്. ചിലപ്പോൾ അതേ പ്രായക്കാരായിരിക്കും കള്ളന്മാരും എന്ന് വിചാരിച്ചു. സ്തോത്രം. 33 വയസ്സുള്ള ആരോഗ്യമുള്ള ഒരാൾ മരിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 6 മുതൽ 9 മണിക്കൂർ വരെ പിടിക്കും. അത്രയും സമയമെടുത്ത് അങ്ങനെ ഇഞ്ചിഞ്ചായിട്ടാണ് മരിക്കുന്നത്. പക്ഷെ ശബത്ത് തുടങ്ങിയാൽ പിന്നെ മൃതശരീരം ക്രൂശേ നടക്കാൻ പാടില്ല. ശബത്ത് തുടങ്ങാൻ ഇനി 3 മണിക്ക് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തി. ഒരുപക്ഷെ 5 മണി 5:30 ആകുമ്പോഴത്തേക്കും ശബത്ത് ആരംഭിക്കും. 2 മണിക്കൂർ കൊണ്ട് കാര്യങ്ങളെല്ലാം കഴിക്കണം. ഇവർക്ക് പ്രോസസ്സെല്ലാം പൂർത്തീകരിച്ച് തിരിച്ചു പോകണം. അതുകൊണ്ട് മരിക്കാൻ എളുപ്പം ഇതാണ്. അപ്പോൾ ആളുകൾ ക്രൂശിക്കപ്പെട്ട ആളുകൾ ഈ കാലയിൽ ആണിയടിച്ചിരിക്കുകയാണ്, കാല് ചേർത്ത് വെച്ച്. അപ്പോൾ ശ്വാസം കിട്ടാതെ വരുമ്പോൾ കാലൂന്നി ഇങ്ങനെ വലിക്കുന്ന സമയത്ത് പിന്നെയും പ്രാണം പോകാൻ താമസിക്കും. അപ്പോൾ സ്തോത്രം ക്രൂശീകരണത്തിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. സ്തോത്രം 2 കൈയിലും കാലിലുമായി 3 ആണിമേൽ തൂക്കപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ കാലിൽ ആണിയിൽ തൂങ്ങി നിൽക്കുകയാണ്. അതൊക്കെ ആണി തൂങ്ങി നിൽക്കുമ്പോൾ പച്ചമാംസത്തിൽ കാല് എന്താ പറയുക, പച്ചമാംസത്തിലേക്ക് അടിച്ചിരിക്കുന്ന ആണി കൊണ്ട് കാല് പറഞ്ഞു പോകുന്ന വേദനയുണ്ടാകും. ആ സമയത്ത് സ്തോത്രം ശ്വാസം കിട്ടാതെ പെട്ടെന്ന് മരിക്കാൻ ഒരു എളുപ്പമാണ് കാലിൻ്റെ ബലം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അസ്ഥി ഒടിഞ്ഞാൽ പിന്നെ കാല് ഊന്നാൻ പറ്റിയല്ല. സ്തോത്രം. അസ്ഥി മുട്ട് തല്ലി ഒടിക്കും, അങ്ങനെ നാട്ടിൽ പറയില്ലേ, അങ്ങനെ മുട്ട് തല്ലി ഒടിച്ചാൽ പിന്നെ ഊന്നി നിൽക്കാൻ പറ്റിയല്ല, പിന്നെ ശ്വാസം പെട്ടെന്ന് മരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അസ്ഥി ഒടിക്കാൻ പറഞ്ഞത്. അങ്ങനെ അസ്ഥി ഒടിക്കാൻ വേണ്ടി സ്തോത്രം യഹൂദന്മാർ പീലാത്തോസിനോട് പറഞ്ഞു. പക്ഷെ അങ്ങനെ അസ്ഥി ഒടിക്കാൻ വേണ്ടി വരിക. അസ്ഥി ഒടിക്കാൻ വേണ്ടി വന്നപ്പോൾ 3 പേരെയാണ് ക്രൂശിച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾ ആ പിക്ചർ കാണണം. ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കിയേ. സ്തോത്ര ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. പടയാളികൾ വന്നു. 32-ാം വാക്യം. പടയാളികൾ ആകയാൽ പടയാളികൾ വന്നു, ഒന്നാമത്തവൻ്റെയും
അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാലൊടിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് നോക്കണേ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒന്നാമത്തവന്റെ അടുക്കൽ വന്നു. 1, 2, 3 കുരിശാണ്. ഒന്നാമത്തവൻ, സ്തോത്രം, ഇടത്തോ വലത്തോ എവിടെയെങ്കിലും ആകട്ടെ, അവൻ്റെ അടുക്ക് വന്നു. അത് കഴിഞ്ഞാൽ രണ്ടാമത്തവനെയും കഴിഞ്ഞ് മൂന്നാമത്തവൻ്റെ അടുക്കിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണല്ലോ അതിൻ്റെ രീതി. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒന്നാമത്തവൻ്റെയും മറ്റവൻ്റെയും കാലൊടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നടുക്ക് കിടന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. സ്തോത്ര ഹല്ലേലൂയ. ആദ്യത്തേവൻ്റെ കാല് തല്ലി ഒടിച്ചു. കാലൊടിക്കുന്നതൊക്കെ അതീവ വേദനയാണ്, പച്ചയ്ക്ക് ഒടിക്കുകയാണ്. അപ്പം അതോടുകൂടി പെട്ടെന്ന് ശ്വാസം കിട്ടാതെ സ്തോത്രം മരിക്കുകയാണ്. ഇവൻ്റെ അടുക്ക വന്ന് കാലൊടിച്ചിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലേണ്ടതിന് പകരം അവിടെ നിൽക്കാതെ പെട്ടെന്ന് പടയാളികൾ അപ്പുറത്ത് അവൻ്റെ അടുക്ക പോയി അവൻ്റെ കാലൊടിച്ചു. അവൻ്റെ കാലൊടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ യേശുവിൻ്റെ കാലൊടിക്കാൻ വേണ്ടി സ്തോത്രം അവരെ നോക്കുമ്പോൾ പെട്ടെന്ന് യേശുവിനെ ശ്രദ്ധിച്ചപ്പോൾ യേശു മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് യേശുവിൻ്റെ കാലൊടിക്കേണ്ടി വന്നില്ല. ഇവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, 33-ാം വാക്യം, അവർ യേശുവിൻ്റെ അടുക്കലും വന്നു. ആ വാക്ക് കണ്ടോ? ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ആ സംഭവത്തിൽ നിന്ന് ഊരിപ്പോന്ന് നിങ്ങൾക്കുള്ള ദൂത് പറയാം. സ്തോത്രം, നിങ്ങളുടെ അടുക്കലും അവർ വന്നിരുന്നു. ആര്? സ്തോത്രം, കാലൊടിക്കാൻ വേണ്ടി അധികാരപത്രം കയ്യിലുള്ള, അതിനു വേണ്ടി സ്തോത്രം എഴുതി മേടിച്ചുകൊണ്ട് നിയോഗം പ്രാപിച്ചവർ നിങ്ങളുടെ അടുക്കലും വന്നിരുന്നു. പക്ഷെ നിങ്ങളുടെ അടുക്ക വന്നപ്പോഴേക്കും സ്തോത്ര സമയം കഴിഞ്ഞു പോയി. ഒന്നാമത്തവൻ്റെ അടുക്കൽ വന്നിട്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു, എൻ്റെ വിചാരം അധികപ്പറ്റാണെന്ന് എനിക്കറിയില്ല, പക്ഷേ വേദപുസ്തകം വായിക്കുമ്പോൾ സാധ്യതകളെ തപ്പിയെടുക്കുമ്പോൾ ഒരുപാട് ഞാൻ ചിന്തിക്കും. ഒന്നാമൻ്റെ അടുക്കൻ്റെ അടുക്ക് വന്നിട്ട് അടുത്ത യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോഴേക്കും ചിലപ്പോൾ പ്രാണം പോയിട്ടില്ലായിരുന്നെങ്കിൽ അവർ യേശുവിൻ്റെ കാല് തല്ലി ഓടിച്ചേനെ. പക്ഷെ ഒന്നാമത്തവൻ്റെ അടുക്ക പോയിട്ട് യേശുവിൻ്റെ അടുക്ക ചെല്ലാതെ മറ്റവൻ്റെ അടുക്ക പോയിട്ടാണ് തിരിച്ചിങ്ങോട്ട് വന്നത്. ഹല്ലേലൂയ. അത്രയും സമയം കൂടി കിട്ടിയത് പ്രവചനം നിറവേറാനിടയായി തീർന്നു. പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ പറയാം, സ്വർഗത്തിലെ ദൈവത്തിന് ദൂത് നിവർത്തിക്കാൻ ഒരു ദിവസം മുഴുവൻ വേണ്ട, ഒരു ദിവസം മുഴുവൻ വേണ്ട. ഹല്ലേലൂയ. ഒരു മിനിറ്റിന്റെ ഒരു അംശം മതി. അപ്പോഴേക്കും ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു ആ കാര്യം നിറവേറ്റാൻ ഇടയായി തീരും. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, സ്തോത്രം, നിന്റെ അടുക്കൽ ചിലര് വരുമ്പോഴേക്കും നിന്നെ ഒടിക്കാൻ വേണ്ടി, നിന്റെ കാലില്ലാതാക്കാൻ വേണ്ടി അതിനെ ചുറ്റുകയും കമ്പിപ്പാറയുമായി വരുമ്പോഴേക്കും സ്വർഗം ചില കാര്യങ്ങൾ നിവർത്തിച്ചു കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു. ചിലരുടെ ഇഷ്ടം നിറവേറ്റാൻ, ചിലരുടെ കൽപ്പനകൾ നിറവേറ്റാൻ, ചിലരുടെ വിധികൾ നിറവേറ്റാൻ നിന്റെ വീട്ടുപടിക്കലും ചിലരെത്തിയതാണ്. പക്ഷെ അവരെ വീട്ടിൽ കയറ്റാൻ ദൈവം അനുവദിച്ചില്ല. നിന്റെ തലമുറയുടെ അടുക്കൽ എത്തിയതാണ്, അവിടെ കയറാൻ ദൈവം അനുവദിച്ചില്ല. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ, യേശുവിന്റെ അധികാരത്തോടെ ഞാൻ പറയാം, നിന്റെ അടുക്കലെത്തിയാലും നിന്നെ തൊടണമെങ്കിൽ, നിന്റെ കാലിൽ അവന്റെ ആയുധം പ്രയോഗിക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കണം. ഉദരമന ശംദരാധന യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിച്ചോണ്ട് പറയാ, വലിയ കോടാലി പോലത്തെ ഇരുമ്പ് ദണ്ണുമായി നിന്റെ കുരിശിന്റെ തോട്ടിൽ ചുറ്റിക്കറങ്ങിയേക്കാം, പക്ഷെ തൊടാൻ ദൈവം അനുവദിക്കില്ല. ഇന്ന് പകൽക്കാലം നിന്റെ അടുക്കൽ അവർ നിൽക്കുന്നുണ്ടായിരിക്കും. ആര്? നിന്നെ നശിപ്പിക്കാൻ നോക്കുന്ന, നിന്റെ അസ്ഥി ഒടിക്കാൻ നോക്കുന്ന, നിന്നെ ബലഹീനമാക്കാൻ നോക്കുന്ന, നിന്നെ വിരുദ്ധ തെറ്റിക്കാൻ നോക്കുന്ന, നിന്നെ പരാജയപ്പെടുത്താൻ നോക്കുന്ന, നിന്റെ സ്വത്രം ഇല്ലാതാക്കാൻ നോക്കുന്ന ആ വൻകിട ശക്തികൾ, ആ പിശാചിന്റെ ഏജന്റുമാർ നിന്റെ അടുക്കലും നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിന്നെ തൊടണമെങ്കിൽ സ്വർഗം പറയുന്നു, ദൈവം അനുവദിക്കാതെ കഴിയില്ല. ശക്തമായി ദൈവത്തെ ആരാധിക്കുക, ശക്തമായി ദൈവത്തെ ആരാധിക്കുക. പരിശുദ്ധാത്മാവിന്റെ നിറവോടെ, ദൈവകൃപയോടെ നിന്റെ കുഞ്ഞിന്റെ അടുക്കൽ ചുറ്റിപ്പറ്റി അവർ നിൽക്കുന്നുണ്ട്. നിന്റെ ജീവിത പങ്കാളിയുടെ അടുക്കൽ നിൽക്കുന്നുണ്ട്. നിന്റെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ അടുക്കൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒടിയത്തില്ല ബ്രദറെ, ഒടിയത്തില്ല.
സഹോദരി, ഒടിയത്തില്ല. അതിനെന്റെ സ്വർഗത്തിലെ അപ്പൻ പറയണം, പീലാത്തോസിന്റെ എഴുത്തുകൊണ്ടൊന്നും ദൈവപുത്രന്റെ കാലൊടിയത്തില്ല. മന്ത്രിസഭയുടെ തീരുമാനം കൊണ്ട് വിശുദ്ധന്റെ കാലൊടിയത്തില്ല. പരീശന്മാരുടെ ആലോചന കൊണ്ട് നിന്നോടുള്ള ദൈവപദ്ധതി ഇല്ലാതാകത്തില്ല. യഹൂദന്മാര് ഗൂഢാലോചന നടത്തിയാൽ സ്വർഗം അത് നടപ്പാക്കാൻ അനുവദിക്കത്തില്ല. ആരോടൊക്കെയുള്ള ദൈവത്തിന്റെ ദൂതാണ് പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് പറയുന്നത്. ഇന്ന് പകൽക്കാല ശക്തിയോടെ, ബലത്തോടെ, കൃപയോടെ, മഹത്വത്തോടെ, ജീവനോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറ, എന്റെ ഇടത്ത് കിടന്നവൻ ഒടിഞ്ഞു, എന്റെ വലത്ത് കിടന്നവൻ ഒടിഞ്ഞു. പക്ഷെ എന്നെ തൊടണമെങ്കിൽ സ്വർഗത്തിന്റെ കൽപ്പന വരണം. ഇടത്തും വലത്തും കടന്നവർ ഒടിഞ്ഞു, പക്ഷെ ഇവനെ ഒടിക്കാൻ കഴിയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, നീ ദൈവത്തെ വിശ്വസിക്ക്, ദൈവവചനത്തെ വിശ്വസിക്ക്. നിന്നെ ഒന്ന് ഒടിക്കാൻ എത്ര നാളായി കേസ്, വഴക്ക്, കള്ളക്കഥകള്, ഇല്ലാ കഥകള് ഇതെല്ലാം ഉണ്ടാക്കി ചിലരുടെ കയ്യിൽ കമ്പി വടി കൊടുത്തു നിർത്തിയിരിക്കുക. നിന്നെ അടിച്ചൊടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നീ കാലൂന്നി നിൽക്കരുത്, നീ നേരെ ചൊവ്വേ ശ്വാസം വലിക്കരുത്, നീ സന്തോഷത്തോടെ സ്തോത്രം പറയരുത്, നീ ഒരിക്കലും സ്തോത്രം ഹല്ലേലൂയ മര്യാദയ്ക്ക് മരിക്കരുത്. അത് സംഭവിക്കാതിരിപ്പാൻ ദുഷ്ടൻ ചെയ്തിരിക്കുന്ന, ആയുധം കൊടുത്ത് നിർത്തിയിരിക്കുന്ന ചില വൻകിട ശക്തികളുടെ നടുവിലാണ് നീ പാർക്കുന്നത്. പക്ഷെ ദൈവം പറയുന്നു, നീ ആരുടെ ഇടയിൽ കിടന്നാലും, ആര് നിന്റെ അടുക്ക നിന്നാലും പേടിക്കണ്ട. സ്വർഗത്തിലെ അപ്പനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ അടുക്കൽ അവരെപ്പോ വരണമെന്ന് നിശ്ചയിക്കുന്നത് പട്ടാളത്തലവനല്ല, പട്ടാളക്കാരനല്ല, സ്തോത്രം, മഹാപുരോഹിതനല്ല, പരീക്ഷ നേതാവല്ല, പീലാത്തോസ് അല്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യിലാ റിമോട്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നാമത്തവന്റെ അടുക്ക ചെന്നിട്ട് മൂന്നാമത്തവന്റെ അടുക്ക ചെന്നിട്ടാണ് രണ്ടാമത്തവന്റെ അടുക്ക വന്നത്. അങ്ങനെ വരാനാ ദൈവം അനുവദിച്ചത്. നിങ്ങളോട് പറയാം, ഒരല്പസമയം കിട്ടിയാൽ മതി, സ്വർഗത്തിൽ ദൈവം വാക്ക് പാലിക്കും. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ സമയം തെറ്റിയല്ല. ആരൊക്കെ ശ്രമിച്ചാലും ദൈവം പറയുന്നു, വിധി നടപ്പാക്കിയില്ല. അവർ കൂടി ആലോചിച്ച ഒരു കാര്യവും നടക്കില്ല. നീ നിവരെ നിൽക്കും, നിന്നെ ദൈവം മാനിക്കും, നിന്നെ ദൈവം അനുഗ്രഹിക്കും, നിന്നിൽ ദൈവം പ്രസാദിക്കും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞില്ലെന്നാണ് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ആ 3 പേരെ നോക്ക്, ക്രൂശേ കിടക്കുന്ന 3 പേരെ ശ്രദ്ധിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇടത്തും വലത്തും കിടക്കുന്ന 2 പേർ, അവരുടെ പുറമേ നോക്കിയാൽ വലിയ മുറിവൊന്നുമില്ല. ആണിയടിച്ച ഒരു തുള കാണും കയ്യിൽ. അവരെ ചമ്മട്ടി കൊണ്ട് അടിച്ചിട്ടില്ല, അവരുടെ തലയിൽ മുൾക്കിരീടം വെച്ചിട്ടില്ല, അവരുടെ താടി രോമങ്ങൾ വലിച്ചു പറിച്ചിട്ടില്ല, അവരെ കോലുകൊണ്ട് തല്ലിയിട്ടില്ല. സ്തോത്രം. അവരുടെ വിലാപ്പുറത്ത് കുത്തിയിട്ടില്ല. അപ്പം അവരെ കണ്ടാൽ പുറമേ കുഴപ്പമൊന്നുമില്ല, ശരീരം മുറിഞ്ഞിട്ടില്ല, ചോര വാർന്നൊലിച്ചിട്ടില്ല, കട്ട പിടിച്ച ചോര തലയിലോ മൂക്കിലോ ചെവിയിലോ ഒന്നും വന്നിട്ടില്ല. 3 തുള കയ്യിലും കാലിലും വീണിട്ടുണ്ട് പുറമേ നോക്കിയാൽ. പക്ഷെ നടുക്ക് കിടക്കുന്ന യേശുവിനെ നോക്കിയാൽ ആര് കണ്ടാലും ഞെട്ടിപ്പോവും. പരിക്ക് കൂടുതൽ യേശുവിനാണ്, നടുക്ക് കിടക്കുന്നവനാ. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനാക്കപ്പെട്ടു. അവൻ്റെ തലയോട് തകർന്നു. കണ്ണിലൂടെ ചരിത്രകാരന്മാർ പറയുന്നു, ബൈബിളിലില്ല, തലയിൽ വെച്ച മുൾക്കിരീടം, സ്തോത്രം, എന്ന് പറയുന്നത് വെറും ഒരു കാട്ടുവള്ളിയല്ല, ആ മുള്ളിനാണിയേക്കാൾ ബലമുണ്ടെന്നാണ് പറയുന്നത്. അത് അടിച്ചിറക്കുകയായിരുന്നു എന്ന്. സ്തോത്രം. അസ്ഥിയിലൂടെ തുളഞ്ഞ് കണ്ണിലൂടെ പുറത്തേക്ക് വന്നു എന്നാണ് ജോസിഫസ് എഴുതിയിരിക്കുന്ന പുസ്തകത്തിനകത്തൊക്കെ എഴുതിയിരിക്കുന്നത്. അതൊക്കെ വായിച്ചിട്ടാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നൊരു
സിനിമ കുറച്ച് നാൾ മുമ്പ് പുറത്തു വന്നത്. അതുപോലെ അതെല്ലാം വായിച്ചു. ലൂക്കോസോ യോഹന്നാനോ അത്ര വിശദമായിട്ട് ആ കാര്യം എഴുതിയില്ല. പക്ഷെ ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് എഴുതിയത് കടമെടുത്തിട്ടൊക്കെയാണ് അവർ അത് പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ ഒരു കണ്ണ് ഊരി പുറത്തേക്ക് ആണി ഒരു മുള്ളിൻ്റെ മുനയ്ക്കകത്ത് കോർത്ത് നിൽക്കുകയാണ്. സ്തോത്രം. ഓർത്ത് നോക്കി, അത്രയ്ക്ക് ഒരു മനുഷ്യൻ, വ്യാഖ്യാനിയായിരിക്കുന്ന ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ നരകത്തിൽ പോയാൽ നരകത്തിലെ കാലഘട്ടത്തിന് കണക്കില്ല, അവിടെ കലണ്ടറില്ല, അവിടെ ക്ലോക്കില്ല. വരാനിരിക്കുന്ന നിത്യതയുടെ സമയമാണ്, തിരിച്ചു പോരലില്ല. ഒരു മനുഷ്യൻ നരകത്തിൽ പോയാൽ നരകത്തിൽ കിടന്ന് കാലങ്ങളോളം, കാലമില്ലാത്ത കാലാന്തകാലത്തോളം നരകത്തിൽ കിടന്ന് അനുഭവിക്കേണ്ട മുഴുവൻ വേദന ക്രൂശേ കിടന്ന് യേശു 6 മണിക്കൂർ കൊണ്ട് അനുഭവിച്ചെന്ന്. അതിശോക്തി ആയിരിക്കുകയില്ല, അത്രയ്ക്ക് പീഡനമാണ് യേശുവിന് കിട്ടിയത്. മുൾക്കിരീടം മുതൽ താഴേക്ക് മുഴുവൻ താടി രോമങ്ങളെല്ലാം വലിച്ചു പറിച്ചെടുത്തു. സ്തോത്രം. റോമൻ നാണയങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് രോമം, പച്ച മനുഷ്യൻ്റെ രോമം അതുപോലെ താടി പിടിച്ച് വലിച്ചിട്ട് താടി പറിച്ചെടുക്കുമ്പോൾ തൊലി പറഞ്ഞു പോരും. സ്തോത്രം. ചമ്മട്ടി കൊണ്ട് പുറം അടിച്ചു കീറിയപ്പോൾ പുറം മാത്രമല്ല, സ്തോത്രം, അത് ചുറ്റിപ്പിടിക്കുന്നത് 6-ാം വാരി അടക്കമാണ്. ഉദരം മുതൽ അവിടം മുതൽ വലിച്ചു കീറും. സ്തോത്രം. നെഞ്ചുഭാഗത്ത് വിലാപ്പുറം ഒരു കുത്തി തുറന്നു. ഇപ്പോൾ ചോരയിൽ മുക്കിയെടുത്തിരിക്കുന്ന അറവശാലയിൽ ഞായറാഴ്ച രാവിലെ, സ്തോത്രം, ഒരു മൃഗത്തിൻ്റെ തോല് പൊടിച്ചിട്ട് അതിൻ്റെ കയ്യോ കാലോ തൂക്കി മാംസക്കടയിൽ തൂക്കിയിട്ടിരിക്കുന്നത് പോലെയാണ് യേശുവിനെ ക്രൂശിൽ തൂക്കിയിട്ടിരിക്കുന്നത്. പുറമേ നോക്കിയാൽ വിരൂപമാക്കപ്പെട്ടത് പരിക്ക് കൂടുതൽ യേശുവിനാണ്. മറ്റോരെ 2 പേരെ കണ്ടാൽ പുറമേന്ന് കുഴപ്പമില്ല, പക്ഷെ അവരുടെ അകം ഒടിഞ്ഞു. അപ്പുറം ഇപ്പുറം കിടക്കുന്നവരുടെ പുറമേ കുഴപ്പമില്ലെങ്കിലും അവരുടെ ആസ്തി ഒടിഞ്ഞു. നടുക്ക് കിടക്കുന്നവനെ പുറമേ നോക്കിയാൽ ആട് പോയി എന്ന വിചാരം, പക്ഷെ അവൻ്റെ അകത്തൊടിവില്ല. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാനാ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത്. നിന്റെ ചേടത്തി നോക്കിയാൽ നീ നടുക്ക് കിടക്കുന്ന യേശുവിനെ പോലെയാ. നീ തീർന്നു, പരിക്കില്ലാത്ത ഒരു സ്ഥലവും ഇല്ല. നിന്റെ ആങ്ങളെ നോക്കിയാൽ, നിന്റെ ബന്ധുക്കൾ നോക്കിയാൽ, നിന്റെ കൂടെ 25 കൊല്ലം മുമ്പ് പഠിച്ച ഒരാളെ തിരുവല്ല പട്ടണത്തിൽ വെച്ച് കണ്ടാൽ, സ്തോത്രം, അവർ പറയും കണ്ടാൽ നിന്നെ തിരിച്ചറിയില്ല. കാരണം നിന്റെ പുറം അന്നത്തെക്കാലൊക്കെ ഒത്തിരി തകർന്നു. ലോകം നിനക്ക് സമ്മാനിച്ച വേദനകളും നിന്റെ കുടുംബജീവിതത്തിൽ ഏറ്റ പ്രത്യാഘാതങ്ങളും 2 മക്കളെ വളർത്തിയെടുത്തപ്പോൾ ഏറ്റ, സ്തോത്രം, വേദനകളും മറ്റുള്ളവരുടെ പരിഹാസവും അവരുടെ മുൾമുന വെച്ച വാക്കുകളും, സ്തോത്രം, ഇതെല്ലാം കൂടി ചേർന്ന് നിന്നെ മാന്തി പൊളിച്ച് ചെരവ് കൊണ്ട് കീറിയതുപോലെ കീറിയായിരിക്കാം മറ്റുള്ളവരുടെ നടുവിൽ ഒരുപക്ഷെ പൊതുജന സമക്ഷം ഇരിക്കുന്നത്. പക്ഷെ സ്വർഗം ഇന്ന് പകൽക്കാലം കേവലം ഒരു ആശ്വസിപ്പിക്കാനല്ല, സത്യം പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ കൂടെ നിൽക്കുന്ന പലരും പുറമെ നോക്കിയാൽ കുഴപ്പമില്ല, നല്ല ബ്യൂട്ടി ആയിരിക്കും, പക്ഷെ അകമൊടിഞ്ഞിരിക്കുകയാണ്. നിനക്ക് സ്തോത്രം ചെയ്യാനുള്ള വക തരാം. നിന്റെ പുറം കീറിയെങ്കിലും അകത്തൊന്നും സംഭവിച്ചിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയാം, ഞരമ്പ് മുറിഞ്ഞാലും കുഴപ്പമില്ല, യേശുവിന്റെ നാമത്തിൽ ഞരമ്പ് മുറിഞ്ഞാലും കുഴപ്പമില്ല, സ്തോത്ര, തൊലി പൊളിഞ്ഞാലും കുഴപ്പമില്ല, ഇറച്ചി കഷ്ണങ്ങൾ ഇങ്ങനെ സ്തോത്ര തുണ്ട് കഷ്ണങ്ങളായി തെറിച്ചാലും കുഴപ്പമില്ല. അകത്തെ അസ്ഥി ഒടിയാതിരുന്നാൽ പിന്നെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം എത്ര പേര് ഇതിനകത്ത് വിശ്വാസത്തോടെ പറയും, ഇല്ല കർത്താവേ, ഇല്ല കർത്താവേ, 2023 ഏപ്രിൽ മാസം 7-ാം തീയതി വരെ എന്നെ ഒരസ്ഥി ഓടിയാൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഫിസിക്കലി നിങ്ങളുടെ ശരീരത്തെ അല്ല, ആത്മീകമാണ് പറയുന്നത്. കള്ളന്മാർ എന്റെ അടുക്കൽ വന്നു, ചാരന്മാർ എന്റെ അടുക്കൽ വന്നു, എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ, എന്റെ സാക്ഷ്യം കെടുത്താൻ എന്റെ ജഡം മോഹിച്ച് പലരും വന്നു. പക്ഷെ എന്റെ ദൈവത്തിന്റെ കൃപയാൽ, എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ ഇന്ന് വരെ അസ്ഥി ഓടിയാൽ എന്റെ ആകമോടിയാൻ ദൈവം സമ്മതിച്ചില്ല എന്ന അഭിമാനമുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? അവരിന്ന് പകലക്കാല ശക്തിയോടെ പറഞ്ഞു, എന്റെ അസ്ഥി ഓടിയാൻ അനുവദിച്ചില്ല. പുറമേ നോക്കിയാൽ എന്റെ വിരൂപമായി പോയാലും, പുറമേ നോക്കിയാൽ മുറിപ്പാടുകൾ ഉണ്ടെങ്കിലും, പുറമേ നോക്കിയാൽ തൊള വീണാലും, പുറമേ നോക്കിയാൽ ഹല്ലേലൂയ
കുടുംബജീവിതം പാളിപ്പോയപ്പോ, നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോ, അപ്പോഴൊക്കെ ശരീരത്തിൽ ഒരു പാട് വീണു. സ്തോത്രം, വലിയ 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 കത്തി കൊണ്ട് വരയുന്നത് പോലെ നിന്റെ സ്തോത്രം മാംസം മുറിഞ്ഞു, നിന്റെ ഹൃദയം മുറിഞ്ഞു, നിന്റെ കരട് മുറിഞ്ഞു, നിന്റെ ഉള്ളം വേദനിച്ചു, നിന്റെ അകം തകർന്നു. പക്ഷെ എന്റെ ദൈവം എന്നോട് പറയുന്നു, ഒരൊറ്റ അസ്ഥി ഒടിയാൻ ഇത്രയും പോരാടിയിട്ടു, ഇത്രയും ശത്രു പോരാടിയിട്ടു, ഇത്രയും ദുഷ്ട പോരാട്ടങ്ങൾ, ഇതുപോലെ ആഭിചാരമടക്കം പല കാര്യങ്ങൾ ചെയ്തിട്ടു. മുറിപ്പാടുകളുണ്ട്, സത്യമാണ്. മുറിപ്പാടുകളുണ്ട്, സത്യമാണ്. നഷ്ടങ്ങളുണ്ട്, സത്യമാണ്. കഷ്ടങ്ങളുണ്ട്, സത്യമാണ്. നീറുന്നുണ്ട്, എനിക്ക് സത്യമാണ്. പുകയുന്നുണ്ട്, എനിക്ക് സത്യമാണ്. വേദനിക്കുന്നുണ്ട്, എനിക്ക് സത്യമാണ്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത നീറ്റൽ എനിക്കുണ്ട്, സത്യമാണ്. പക്ഷെ എന്റെ അകത്ത് ബലമുണ്ട്, എന്റെ അകത്ത് ബലമുണ്ട്. മാംസത്തുണ്ടുകൾ തെറിച്ചു വീണത് എനിക്ക് കാണാം, എന്റെ ഞരമ്പ് മുറിഞ്ഞത് എനിക്ക് കാണാം, എന്റെ തൊലി പൊളിഞ്ഞത് എനിക്ക് കാണാം. പക്ഷെ ആരോടൊക്കെ ദൈവം പറയുന്നു, നിന്റെ അസ്ഥി ഒടിയാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിനക്കൊരു ഉയർപ്പുണ്ട്, നിനക്കൊരു ജീവിതമുണ്ട്. ദൈവം നിന്നെ റീസെറ്റ് ചെയ്യാതിരിക്കില്ല. ഒടിഞ്ഞ അസ്ഥികൾ പെറുക്കി വെച്ച് ദൈവം ജീവിതം പണിയില്ല. ഓ, രക്തത്താലെ ജയമെടുത്തോണ്ട് പറയാം, ഞാൻ സ്വത്ര അസ്ഥി താഴ്വരയിലേക്ക് നോക്കിക്കൊണ്ട് പറയാം, അസ്ഥി പൊടിഞ്ഞില്ല, അസ്ഥി ചെതറിയത് ശരിയാണ്. ചേർത്ത് വെച്ച് പറയാം. എഗസ്കേൽ പ്രവചനം 37 സ്വത്ര അസ്ഥി താഴ്വരയിലേക്ക് നോക്കിയേ. നിങ്ങൾ അവിടെ സൂക്ഷിച്ചു വായിച്ചാൽ അവിടെ ബന്ധം വിട്ട അസ്ഥികൾ കിടക്കുന്നുണ്ട്. നമ്മുടെ കൈക്കൊക്കെ എത്ര പീസാന്ന് എനിക്കറിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇനിയൊരു പ്രസംഗത്തിൽ ഞാൻ പഠിച്ചിട്ട് പറയാം. സ്തോത്രം, ഓരോരോ കഷ്ണമാണ് ഈ അസ്ഥികളെല്ലാം. ഇതെല്ലാം തമ്മിൽ ജോയിന്റുകൾ വിട്ടു. എഗസ്കേലിന്റെ പ്രവചനത്തിൽ ഒരസ്ഥി പോലും ഒടിഞ്ഞു പൊടിഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ ഇന്നത്തെ ദൂത് പറയാം, ഒടിഞ്ഞ അസ്ഥികളിൽ പണിയില്ല, പൊടിഞ്ഞു പോയ അസ്ഥികളിൽ പണിയില്ല ദൈവത്തിന്. എന്നാൽ ബന്ധം വിട്ടാലും ദൈവം പണി തുടങ്ങും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറഞ്ഞു, ബന്ധം വിട്ടതൊക്കെ ശരിയാണ്, പലരും സ്വത്രം ഒഴിവാക്കിയത് ശരിയാണ്, ചില ജോയിന്റുകൾ അറ്റുപോയത് ശരിയാണ്. പക്ഷെ സൂക്ഷിച്ച് ഓരോ അസ്ഥി പെറുക്കി നോക്കിയാലും ഓരോന്നും പോലും ഒടിഞ്ഞിട്ടില്ല. ഒടിഞ്ഞ അസ്ഥികൾ ചേർത്ത് വെച്ചുകൊണ്ട് റീസെറ്റ് ചെയ്യത്തില്ല ദൈവം. ഒടിയാത്ത അസ്ഥികളാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ അവരെ വെച്ചൊരു സൈന്യമാക്കാൻ ദൈവത്തിന് ഇനിയും കഴിയും. ഹല്ലേലൂയ, യേശുവിന് മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ നോക്കിയേ, അസ്ഥി ഒന്നും ഒടിയാതെ കിടക്കുക. കാലിൻ്റെ അസ്ഥി ഒടിക്കണ്ടെന്ന് വിചാരിച്ചു. സ്തോത്ര, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പടയാളി, അവിടെ വായിച്ചത് ഇങ്ങനെയല്ലേ, സ്തോത്രം, ഒരു പടയാളി എന്ത് ചെയ്യുന്ന എഴുതിയിരിക്കുന്നത്, എങ്കിലും എന്നുള്ള വാക്ക് കണ്ടോ, കാലൊടിച്ചില്ല, എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്തേക്ക് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. നിങ്ങൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ നടന്ന സംഭവം നോക്കി, കാലൊടിച്ചില്ല. പക്ഷെ ശത്രുവിന്റെ വിചാരം എങ്ങനെയെങ്കിലും ഒടിക്കണം എന്നാ. അതിനൊരു പ്രവചനം കിടക്കുന്നുണ്ട്. ആ പ്രവചനം മറ്റൊരാളുടെ ജീവിതത്തിൽ നിന്നാണ് ആ പ്രവചനം വരുന്നത്. 34-ാം സങ്കീർത്തനത്തിലാണ് ആ പ്രവചനം. ദാവീദിന്റെ അനുഭവത്തിൽ നിന്നാണ് പ്രവചനം. അതൊന്ന് വായിച്ചാലേ, 34:20. അതോടെ വായിച്ചാലേ ഇതിന് കുറച്ചുകൂടെ ഡെപ്ത് ഉണ്ടാവുകയുള്ളൂ. 34:20 വായിച്ചേ. 34:20. അവന്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞ് പോകയില്ല. ഇതാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കൊട്ടേഷനിൽ കിടക്കുന്ന പ്രവചനത്തിൻ്റെ യഥാർത്ഥത്തിലെ സ്തോത്രം ഒറിജിനൽ പതിപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ സ്തോത്രം യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ വാക്കതാണ്. അതിൽ നിന്നാണ് ഇത് പ്രവചനമായിട്ട് ഇവിടേക്ക് വന്നത്. പക്ഷെ 34-ാം സങ്കീർത്തനം ദാവീദ് രാജാവിൻ്റെ ചരിത്രമാണ്. ആ സങ്കീർത്തനത്തിലെ തലവാചകം നിങ്ങൾ കണ്ടോ? എപ്പോഴാണ് എഴുതിയത് ആ സങ്കീർത്തനം? 34-ന്റെ തലക്കെട്ടിൽ എന്താ എഴുതിയിരിക്കുന്നത്? സന്ദർഭം, ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ നിന്ന് ബുദ്ധിഭ്രമം നടിച്ച് അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ദാവീദ് രാജാവിനെ ശൗല് നാട്ടിൽ നിർത്താതിരിക്കുന്ന സമയത്ത് അവസാനം അറം പറ്റിയപ്പോൾ ദൈവസന്നിധിയിൽ പറഞ്ഞു, ഇസ്രായേലിൽ നിന്നാൽ എനിക്ക് രക്ഷയുണ്ടാകില്ല. ദൈവം ഇങ്ങനെ രാജാവാക്കാം, അഭിഷേകം തരാം,
സ്തോത്രം, നിനക്കൊരു നല്ല കാലം ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ കാത്തു നിന്ന് ദാവീദ് മടുത്തപ്പോൾ 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ എഴുതി, ഒരു ദിവസം ദാവീദ് പറഞ്ഞു, ഞാൻ ഫെലിസ്ത്യരുടെ ദേശത്തേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് രക്ഷയില്ല. അങ്ങനെ പറഞ്ഞ് വാഗ്ദത്വവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ നിന്നാൽ രക്ഷയില്ല എന്ന് പറഞ്ഞ് ഒരു ദിവസം ഫെലിസ്ത്യ ദേശത്തേക്ക് ഓടിപ്പോയി. ആള് മാറിയ പോയത്, ദാവീദിൻ്റെ പഴയ രൂപമെല്ലാം മാറി വേഷം മാറിയ ചെല്ലുന്നത്. സ്തോത്രം. കാരണം 17 വയസ്സുള്ളപ്പോൾ കോമളനായിരുന്ന സുന്ദരനായിരുന്ന ദാവീദ് ഗോലിയാത്തിനെ കൊന്നു. ഫെലിസ്ത്യരുടെ തലവനായിരുന്നു ഗോലിയാത്ത്. ആ ഗോലിയാത്തിനെ കൊന്ന ദാവീദാണ് ഫെലിസ്ത്യരുടെ കൊട്ടാരത്തിലേക്ക് വർഷങ്ങൾക്ക് ശേഷം, വർഷം എന്ന് പറഞ്ഞാൽ 10-13 വർഷങ്ങൾക്ക് ശേഷം ചെന്നിരിക്കുന്നത്. അപ്പം അങ്ങോട്ട് ചെന്നിരിക്കുന്ന സമയത്ത് ചെന്നപ്പോൾ അബിമേലെക്ക് രാജാവിന് പിടികിട്ടിയില്ല എങ്ങാണ്ടും. സ്തോത്രം. ഇപ്പം ദാവീദ് കുറിച്ച് പറയുന്നത്, അവിടെ ചെന്നിരിക്കുന്നത്, ഒന്ന് ദാവീദ് ഒരു പാട്ടുകാരനാണ്. സംഗീത സദസ്സുകളുണ്ട് അന്നും രാജകൊട്ടാരത്തിൽ. കേരളത്തിലെയൊക്കെ രാജകീയ പശ്ചാത്തലം പരിശോധിച്ചാൽ അവിടെയെല്ലാം നമ്മുടെ പല പ്രസിദ്ധരായിരിക്കുന്ന കുഞ്ചൻ നമ്പ്യാരെ പോലുള്ള പല എഴുത്തുകാരും അവരൊക്കെ കൊട്ടാരത്തിലെ പാട്ടുകാരായിരുന്നു. സ്തോത്രം. കൊട്ടാരത്തിൽ കച്ചേരിയും പാട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ദാവീദ് ഒരു പാട്ടുകാരനും ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കയാൽ, ജാതീയ രാജാക്കന്മാർക്ക് പാട്ടും ഇതുപോലത്തെ താളങ്ങളൊക്കെ ഇഷ്ടമായിരിക്കയാൽ, ഇസ്രായേൽ രാജാവാകാൻ വേണ്ടി കാത്തുവെച്ചിരിക്കുന്നവൻ രാജകീയ അഭിഷേകം ഊരി വെച്ചിട്ട് പാട്ടുകാരനായി ജീവിതത്തിൽ നിലനിൽക്കാൻ വേണ്ടി ജാതീയ രാജാവിൻ്റെ അടുക്ക പോയി സ്തോത്രം ചെന്നിരിക്കുക. അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞു, സാറേ സ്തോത്രം, ഞാൻ കൊച്ചു പാട്ടൊക്കെ പാടും, അതിൻ്റെ പേരിൽ സ്തോത്രം ഇവിടെ പാട്ടുപാടി ഇവിടെ ഞാൻ നിന്നോളാം, എനിക്ക് ഈ പുറമ്പോക്കിൽ എവിടെയെങ്കിലും ഇച്ചിരി സ്ഥലം തന്നാൽ മതി, ഇവിടെ താമസിച്ചോളാം എന്ന് പറഞ്ഞ് അബിമേലെക്ക് സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുക. അപ്പം അങ്ങനെ നിർത്തിയിരിക്കുന്ന സമയത്ത് അബിമേലെക്കിൻ്റെ അംഗരക്ഷകരിൽ പട്ടാളത്തിൽ പ്രധാനികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പാട്ടുകാരൻ വന്നിട്ടുണ്ട് താടിയൊക്കെ നീട്ടി, അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക, സ്തോത്രം, കൊള്ളാവുന്ന പാട്ടുകാരനാണെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അബിമേലെക്കിൻ്റെ കൊട്ടാരത്തിലെ പ്രധാനികൾ വന്നപ്പോൾ അവർ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർ പറയുന്നു, സ്തോത്രം, ഇത് പാട്ടുകാരനൊന്നും അല്ല, ഇത് ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദല്ലേ, ഇവനെ ചൊല്ലിയല്ലേ ആളുകൾ അവിടുത്തെ സ്ത്രീകൾ പാടിയത്, ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന്. ഇവൻ പാട്ടുകാരനല്ല, ഇവൻ ദാവീദല്ലേ എന്ന് ചോദിച്ചപ്പോൾ ദാവീദ് ഞെട്ടിപ്പോയി. കാരണം ആളറിയില്ലെന്നോർത്ത 13 കൊല്ലം കഴിഞ്ഞപ്പോൾ അവരൊക്കെ പഴയ കഥ മറന്നുപോയി കാണുമെന്നോർത്താ ചെന്നത്. സ്തോത്ര ഹല്ലേലൂയ. രക്ഷപ്പെടാൻ വേണ്ടി ആൾ മാറി ചെന്നാലും ജീവിക്കാൻ സമ്മതിക്കാത്തൊരു ദൈവം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാം. കാരണം നിന്നെ പാട്ടുപാടി ജീവിക്കാനല്ല വിളിച്ചത്, നിന്നെ രാജാവാകാൻ അഭിഷേകം ചെയ്തത്. എന്തിന് കണ്ടോ അതിനെ ദൈവം നിർത്തുള്ളൂ, അല്ലാതെ ഒരു പണിക്ക് പോയാലും ദൈവം നിന്നെ അവിടെ നിർത്തിയാല. നിനക്ക് വിസ കിട്ടും, ടിക്കറ്റ് കിട്ടും, സ്തോത്രം, പിന്നെ എന്ത് വേണം, നിനക്ക് പാർക്കാൻ വേണ്ടി വലിയ ബംഗ്ലാവ് കിട്ടും, ഇതെല്ലാം കിട്ടും. പക്ഷെ നിന്നെ അവിടെ നിർത്തണമെന്ന് തീരുമാനിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ആദ്യ റൗണ്ടിൽ രാജാവിൻ്റെ ഇൻ്റർവ്യൂവിൽ പാസ്സായി ദാവീദ് വിചാരിച്ചു, സ്തോത്രം, ഇവിടെ പാട്ടുകാരനായിട്ട് ചടഞ്ഞുകൂടാം എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്തോത്രം, രാജാവിന് പിടികിട്ടാത്തത് പട്ടാളത്തിന് പിടികിട്ടി. അങ്ങനെ പിടികിട്ടിയതിനായി സ്തോത്രം. പിടികിട്ടിയില്ലായിരുന്നെങ്കിൽ ദാവീദ് എന്നും പാട്ടുകാരനായിട്ട് അവിടെ നിന്നേനെ. കഷ്ടകാലത്ത് നമുക്ക് തോന്നും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പഴയ പാട്ടുകാരനായിട്ട് ജീവിക്കാമെന്ന്. പക്ഷെ ദൈവം നിന്നെ വിടിയേല. നിന്നെ എന്തിനു വേണ്ടി അഭിഷേകം ചെയ്തോ അതിലേക്ക് ദൈവം മടക്കി കൊണ്ടുവരും. യേശുവിൻ്റെ നാമത്തിൽ നീ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. നീ എവിടെ കിടക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. നീ എവിടെ ഇരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. നിന്റെ കയ്യിലെ വരുമാനം എങ്ങനെ വരണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. നീ ശമ്പളം വാങ്ങുന്നവനാകണോ ശമ്പളം കൊടുക്കുന്നവനാകണോ എന്ന് സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയം കിടക്കുന്നിടത്തോളം കാലം നിന്റെ ഇഷ്ടം നടക്കത്തില്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടമേ നടക്കത്തുള്ളൂ എന്ന് ഈ സന്ദേശം പറയുന്നതിനിടയിൽ ആരുടെയോ മടിയിലേക്ക് ഈ ദൈവത്തിന് ദൂത് വന്ന് വീഴുകയാണ്. ദൈവം നിന്നെ എവിടെ കണ്ടിട്ടുണ്ടോ അവിടേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. അവിടെ വെച്ച് പെട്ടെന്ന് ദാവീദിന് മനസ്സിലായി, പിടി വീണു. കാരണം ഗോലിയാത്തിനെ എറിഞ്ഞു കൊന്നവൻ അവൻ്റെ പെരക്കകത്ത് വെച്ച് കിട്ടിയാൽ, സ്തോത്രം, പെരക്കകത്ത് വെച്ച് കിട്ടിയാൽ നിങ്ങൾ വിടുവോ? സ്തോത്രം, നമ്മൾ ഓർത്ത് നോക്കി, നമ്മൾ വിടുവോ? പെരക്കകത്ത് വെച്ച് കിട്ടിയാൽ
ഇല്ല. സ്തോത്രം. നിങ്ങളുടെ കോഴിയുടെ പുറകെ ഓടി 2 തൂവല് പറിച്ചെടുത്ത പേട്ടുപട്ടിയെ നിങ്ങളുടെ അടുക്കളവാതൊക്കെ വെച്ച് കിട്ടിയാൽ നിങ്ങൾ വിടൂ. സ്തോത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മുടെ കോഴിയുടെ പുറകെ ഓടിയുള്ളൂ, അതിനകത്ത് കൊന്നൊന്നുമില്ല, അതിനകത്ത് പപ്പും തൂവലും കടിച്ച് പറിച്ചുള്ളൂ. അപ്പോഴത്തേക്കും കോഴി പിടച്ചു പോന്നു. അതിനെ നമ്മൾ നോക്കി വെച്ചു. ഒരു ദിവസം നമ്മളറിയാതെ അടുക്കളവാതൊക്കെ വന്ന് നിന്ന് അവനെ വിടും നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ അഭിമാന സ്തംഭമായിരുന്ന, ഇവരുടെ പ്രതാപമായിരുന്ന ഗോലിയാത്തിനെ കല്ലെറിഞ്ഞു കൊന്നവൻ കൊട്ടാരത്തിനകത്ത് വെച്ച് കിട്ടിയാൽ വിടും അവര്. ദാവീദിന് മനസ്സിലായി, ജീവിതം തീർന്നു. പെട്ടെന്ന് ദാവീദ് സ്തോത്രം ബുദ്ധി ഉപയോഗിച്ച് ഭ്രാന്തനായിട്ട് അഭിനയിച്ചു. താടിയിലൂടെയൊക്കെ തുപ്പൽ ഒലിപ്പിച്ച് വായിന്ന് തുപ്പലും വാരിയെടുത്ത് സ്തോത്രം ഈ കഥകയിലും ഭിത്തിയിലൊക്കെ വരച്ച് ഒരു തരം മട്ട് കാണിച്ചു. സ്തോത്രം. അങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് രാജാവ് പറഞ്ഞു, ഇവൻ പാട്ടുകാരനുമല്ല, നിങ്ങൾ പറയുന്ന ആരുമല്ല, ഇവനെ കണ്ടാൽ അറിയത്തില്ല, അവനെ എൻ്റെ ഇപ്പം പറയുന്ന പിന്നെ പറയത്തില്ല, വട്ടാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം തന്നെ ഒരുമാതിരി ഭ്രാന്തന്മാരുണ്ട്, പിന്നെ ഇവനെയും കൂടി വേണ്ടാത്തതിൻ്റെ പേര് ഇവനെ ഇറക്കി വിടാൻ പറഞ്ഞു. അങ്ങനെ ഇവനെ രാജാവ് ഇറക്കി വിടാൻ പറ്റപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, അങ്ങനെ ഇറക്കി വിടുക. ഇറക്കി വിട്ട് തിരിച്ച് അവിടെ അങ്ങ് നിൽക്കാതെ തിരിച്ചോടിപ്പോരുമ്പോൾ ചമച്ച സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിനകത്ത് പല കാര്യം പറഞ്ഞെങ്കിലും എടുത്തെഴുതിയ ഒരു കാര്യമാണ്, എൻ്റെ അസ്ഥികളൊന്നും ഒടിയാൻ അവൻ സമ്മതിച്ചില്ല. എന്താ അങ്ങനെ എഴുതാൻ കാരണം? കാരണം പറയാം. രാജകീയ തടവുകാരനായി, രാജ്യത്തടവുകാരനായി, പട്ടാള തടവുകാരനായി ഒരു രാജാവിനെയോ ഒരു പട്ടാളക്കാരനെയോ ഒരു രാജ്യം പിടിച്ചാൽ അന്നേക്കാലത്ത് ആദ്യം ചെയ്യുന്നത് അവരുടെ അസ്ഥി കാലൊടിക്കും. സ്തോത്രം. അതിനവർ വിളിക്കുന്നത് അസ്ഥി ഒടിഞ്ഞവൻ എന്ന് പറയും. അസ്ഥി ഒടിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, നമ്മളെവിടെയെങ്കിലും പോയി സ്തോത്രം പ്രശ്നമുണ്ടാക്കിയാൽ എത്ര രാജാവാണെങ്കിലും പിന്നെ അവൻ ജീവിച്ച് തിരിച്ചു വന്നാലും എല്ലാവരും കൂടി ഇടിച്ച് അസ്ഥി ഒടിച്ചവനാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ സംഭവമല്ലേ സ്തോത്രം എന്നതുപോലെ അസ്ഥി. പക്ഷേ അസ്ഥി ആദ്യം പിടിച്ച് ദാവീദിനെ അകത്തിട്ടായിരുന്നെങ്കിൽ അവർ ഒടിച്ചകത്തിട്ടേനെ, പിന്നെ തിരിച്ചു വരവ് നടക്കില്ലായിരുന്നു. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, അവരെന്നെ കൊല്ലാതിരുന്നതിനകത്തല്ല പുള്ളി സ്തോത്രം ചെയ്തത്, എൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാതിരുന്നതിനകത്തല്ല സ്തോത്രം ചെയ്തത്, എൻ്റെ അസ്ഥി ഒടിഞ്ഞില്ല. അതിനർത്ഥം എന്താ? നാളെ എന്നെ രാജാവാക്കി തിരിച്ച് സിംഹാസനത്തിൽ കൊണ്ടുവന്നാലും അസ്ഥി ഒടിഞ്ഞാൽ എൻ്റെ ആളുകൾ എന്നെ അംഗീകരിക്കത്തില്ല. അത് അന്നത്തെ കഷ്ടമാണ്. നമ്മുടെ നാട്ടിലൊക്കെ എത്രയാണെങ്കിലും സ്തോത്രം അസ്ഥി ഒടിഞ്ഞാലും നടു ഒടിഞ്ഞാലും ആളുകൾ അങ്ങ് അംഗീകരിക്കും, പോട്ടെ എന്ന് വയ്ക്കും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? സ്തോത്രം. ഇങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ജീവിച്ചോട്ടെ, പുറകിൽ വന്നിരുന്നോട്ടെ എന്ന് പറയും. അസ്ഥി എന്തോ. പക്ഷെ അവിടെ അങ്ങനല്ല. അവിടെ ഒരു അധികാരത്തിൽ നിൽക്കുന്ന ആളുടെ അസ്ഥി ഒടിഞ്ഞാൽ അവനെ പിന്നെ വീട്ടിൽ പോലും അംഗീകരിക്കുകയില്ല. അപ്പോൾ ദാവീദിന് ഏറ്റവും സ്തോത്രം പറയാൻ തോന്നിയത്, സ്തോത്രം നാണം കെട്ടുപോയി, അതൊക്കെ ശരിയാണ്, പക്ഷെ സ്തോത്രം പറയാൻ തോന്നിയത് എൻ്റെ അസ്ഥി ഒടിയാതെ വിട്ടതിനകത്താണ്. അതുകൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവനാണ്. നിങ്ങൾ ഓർത്ത് നോക്കി, അനേക സന്ദർഭങ്ങളിൽ ബുദ്ധിമോശം വന്നു, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പലപ്പോഴും താണുപോയി, മുമ്പിൽ കൈനീട്ടി, ചിലപ്പോൾ നമ്മൾ കടമെടുത്ത് ജീവിക്കാമെന്ന് വെച്ചു, തിരിച്ചടയ്ക്കാൻ പറ്റാതെ പലിശയും പലിശയുടെ കൂട്ടുപലിശയായി. ഇതൊക്കെ സംഭവിച്ചെങ്കിലും ഇന്ന് നിങ്ങൾക്ക് കടമുണ്ട്, ഞെരുക്കമുണ്ട്, പ്രയാസമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ദാവീദ് പറഞ്ഞതുപോലെ ഒരു വാക്ക് പറയാമോ? ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും അസ്ഥി ഒടിയാൻ ദൈവം സമ്മതിച്ചില്ല. മറ്റൊരുത്തിന് കളിയാക്കാൻ, അപമാനിക്കാൻ, അവന്റെ മുമ്പിൽ സാക്ഷ്യം കെടാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. അതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തോട്ടെ. അപ്പൊ അങ്ങനെ ആ പ്രവചനമാണ് ഇവിടെ വന്നിട്ട് അസ്ഥി ഒന്നും ഒടിയാൻ സമ്മതിച്ചില്ല എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് എന്നിവിടെ എഴുതിയിരിക്കുന്നത്. ദാവീദിനെ ചൊല്ലി പറഞ്ഞ ആ പ്രവചനമാണ് ഇവിടെ നിവൃത്തിയായത്. ഇനി നിങ്ങൾ നോക്ക്, കാലൊടിക്കാൻ വന്നവർ കാലൊടിച്ചില്ല. കാലൊടിക്കാതെ സ്തോത്രം ആ വാശിക്ക് വിലാപ്പുറത്തേക്ക് കുന്തം കൊണ്ടൊരു കുത്തു കൊടുത്തു. വിലാപ്പുറം എന്ന് പറഞ്ഞാൽ എവിടെ എന്നറിയാമോ? സ്തോത്രം വാരിയലിൻ്റെ ഇടയിൽ. സ്തോത്രം ഇവിടെയായിട്ട് വരും വിലാപ്പുറം. വാരിയല് നിങ്ങളൊന്ന് വീട്ടിൽ പോയി തപ്പി നോക്കണം. ഇപ്പം തപ്പണ്ട. സ്തോത്രം ആരെ കൊണ്ടും തപ്പിക്കും വേണ്ട. സ്തോത്രം നിങ്ങൾ തപ്പി നോക്കണേ. വാരിയല്ലുകൾ, 2 റിബ്സ്, 2 എല്ലുകൾക്ക് തമ്മിൽ വലിയ ഗ്യാപ്പൊന്നുമില്ല. സ്തോത്രം വലിയ ഗ്യാപ്പൊന്നുമില്ല. ഒരെല്ല് കഴിഞ്ഞ് പിന്നെ 4 ഇഞ്ച് കഴിഞ്ഞിട്ടല്ല അടുത്ത എല്ല്. സ്തോത്രം തമ്മിൽ ഒരു വിരൽ കയറാവുന്ന ഗ്യാപ്പുള്ളൂ. ഒരു വിരൽ കയറാവുന്ന ഗ്യാപ്പുള്ളൂ അസ്ഥികൾ തമ്മിൽ, ഈ വാരിയല്ലുകൾ തമ്മിൽ.
കുന്തമെന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സാധനം വാളല്ല, ശരിക്കും അതിൻ്റെ തല പാമ്പിൻ്റെ പത്തി പോലെ വീർത്തിരിക്കുന്നതാണ്. സ്തോത്രം. ഒരു മൊന കാണും, അതിൻ്റെ പടമെങ്കിലും പോയി കാണണം, ഇല്ലെങ്കിൽ യൂട്യൂബിൽ തപ്പണം. സ്തോത്രം. ഇപ്പം സംഭവം അത് ഇതുണ്ടാവും. ആ കുന്തം കൊണ്ട് വിലാപ്പുറത്തേക്ക് കുത്തുമ്പോൾ ഈ അസ്ഥി എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ മേശയുടെ മൂലയെ മുട്ടിയാൽ മതി. എന്താ പറ്റും? ഇരിപ്പ് കണ്ടിട്ട് ഒടിയത്തിലെന്ന് തോന്നുന്നു. മുട്ടി നോക്കണം, അന്നേരം അറിയാം. വെറുതെ കുത്തൊന്നും വേണ്ട, ജസ്റ്റ് തിരിഞ്ഞു വന്നപ്പോൾ മേശയുടെ മൂലയിൽ മുട്ടിയതാണ്, 2 എല്ല് പൊട്ടിക്കിട്ടി. അതാണ് ഇതിൻ്റെ കട്ടി, അല്ലാതെ വലിയ ഇരുമ്പൊന്നുമല്ല സാധനം. അങ്ങനെയാണെങ്കിൽ അസ്ഥി ഓടിക്കുന്നതിനേക്കാൾ മുമ്പ് അവരുടെ വാശി തീർക്കുക. ഇവൻ്റെ അസ്ഥി ഓടിക്കാൻ വന്നതാ, മരിച്ച ശരീരത്തിൽ പിന്നെ ഓടിക്കേണ്ട കാര്യമില്ല. അപ്പം അവർ കലിപ്പിച്ച് വന്നത് നടന്നില്ല. നടക്കാതെ വന്നപ്പോൾ ആ വാശിക്ക് കയ്യിലിരുന്ന അലകും പിടിയുള്ള കുന്തം കൊണ്ട് വിലാപ്പുറത്തേക്കൊരു കുത്തുകുത്തി. വിലാപ്പുറത്തേക്ക് കുത്തിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വിരൽ കയറുന്ന ഗ്യാപ്പിനകത്തൂടെ കുന്തം കയറിയിട്ടും അസ്ഥി ഒടിഞ്ഞില്ലല്ലോ. മേശയുടെ വലിപ്പം മുട്ടിയ ഒടിയുന്ന ഈ സാധനത്തിൻ്റെ ഇടയിലൂടെ 2-2.5 ഇഞ്ച് വീതിയുള്ള സാധനം കയറിപ്പോയിട്ടും ദൈവം എത്ര സൂക്ഷിച്ചാണ് ആ സാധനം കയറ്റിവിട്ടെ. സ്വത്രഹല്ലേലൂയ. ഇങ്ങനെ പരന്ന് 2 അസ്ഥികളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പരന്നങ്ങ് കയറിപ്പോയി. ഇങ്ങനെയാണ് കയറിയിരുന്നെങ്കിലോ ആ കുത്തുമ്പോൾ ഇയാൾ സൂക്ഷിച്ച് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്ന പോലെയാണോ കുന്തം കൊണ്ട് കുത്തിയത്? അല്ല. സ്തോത്രം. ഇയാളുടെ കൈ കിട്ടിയത് കൊണ്ട് കുന്തം എങ്ങനെ ഇരിക്കുന്നത്, തിരിഞ്ഞാണ് ഇരിക്കുന്നത്, മറിഞ്ഞാണ് ഇരിക്കുന്നതെന്ന് നോക്കിയില്ല. പട്ടാളക്കാരൻ, ഹുങ്കാരപ്രതാപിയായിരിക്കുന്ന പട്ടാളക്കാരൻ അവരുദ്ദേശിച്ചു വന്ന കാര്യം നടക്കാതെ പോയപ്പോൾ ആ കലിപ്പിന് കൈ ഞരടി. സ്തോത്രം. വരികയല്ലേ ചിലപ്പോഴൊക്കെ ആളുകൾ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ അന്നേരം ഉണ്ടാകുന്ന ആ പ്രഷറിന് ചിലപ്പോൾ സ്തോത്രം അവർ ആ കലിക്ക് കുന്തം കൊണ്ട് എങ്ങനെ ആ കുന്തം ഇരുന്നത് സൂക്ഷിച്ച് വേണോട്ടോ ഒന്നും പറഞ്ഞില്ല. അവർക്കതറിയില്ല, അവർക്ക് പ്രവചനം അറിയില്ല. പക്ഷെ മോളിൽ അവൻ്റെ തലയ്ക്ക് മീതെ നിൽക്കുന്ന അപ്പനുണ്ട്. അപ്പനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കലി കയറിയാലും നിന്റെ കയ്യിലെ ആയുധത്തിന് എത്ര വീതിയുണ്ടെങ്കിലും എൻ്റെ മകനെ കുറിച്ച് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതുകൊണ്ട് നീ കുന്തം എങ്ങനെ കറക്കി എറിഞ്ഞാലും, നീ കുന്തം എങ്ങനെ തിരിച്ചു കുത്തിയാലും അവസാന ശരീരത്തിൽ കയറിയപ്പോൾ 2 അസ്ഥികളുടെ ഇടയിലൂടെ ഒരു സ്പൂണിന്റെ പിടി കയറിപ്പോയതുപോലെ പതുക്കെ കയറിപ്പോയി താഴേക്ക് വലിച്ചെടുത്തു. ഹല്ലേലൂയ. കുത്തിയവങ്കലേക്ക് നോക്കണമെന്നൊരു പ്രവചനം കൂടി നിറവേറണമെന്ന് ആ താഴെ എഴുതിയിട്ടുണ്ട്. ആ പ്രവചനം ബാക്കിയിടാൻ പറ്റില്ല. സ്തോത്രം. മുറിഞ്ഞവനിലേക്ക് നോക്കണമെന്നല്ല, കുത്തിയവനിലേക്ക് നോക്കണം. അപ്പൊ എന്റെ ദൈവത്തിന് കുത്തിച്ചേ പറ്റൂ. അവൻ കുത്താൻ ഏൽപ്പിച്ചാൽ കേട്ടോളണേ, പ്രവചനം നിറവേറാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം നിന്നെ കുത്താൻ ഏൽപ്പിച്ചാലും അവന്റെ കൈയാണ് ചലിക്കുന്നതെങ്കിലും നിന്റെ അസ്ഥി ഒടിയാതിരിപ്പാൻ, നീ ഒരു നഷ്ടമാകാതിരിപ്പാൻ, ഹല്ലേലൂയ, നിന്റെ 2 അസ്ഥികളുടെ ഇടയിലൂടെ അവന്റെ കുന്തത്തെ തിരിച്ചുവിടാൻ കഴിവുള്ള ദൈവമാണ് ഇതിന്റെ പുറകിൽ നിൽക്കുന്നതെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ ഈ കഷ്ടാനുഭവ ആഴ്ച ലോകം മുഴുവൻ ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് ആഘോഷിക്കുമ്പോൾ എത്ര പേര് വിശ്വസിക്കും? കുത്തിയാലും ദൈവത്തിന്റെ കൺട്രോൾ അതിന്റെ പുറകിലുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ വെറുതെ കൈയടിക്കുകയല്ലെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. സ്തോത്രം. നിങ്ങൾ ഓർത്ത് നോക്കിയേ, എത്ര പേര് നമ്മളെ കുത്തി. നിന്റെ വയസ്സ് 48 ആണോ 55 ആണോ 38 ആണോ എന്ന് എനിക്കറിയില്ല. 38 കൊല്ലത്തിനിടയിൽ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇതുപോലെ മൊനവെച്ച് ആയുധം കൊണ്ട് എത്ര പേര് കുത്തി. നിന്റെ ജീവിത പങ്കാളി കുത്തി, അങ്ങയുടെ അപ്പനും അമ്മയും കുത്തി, അവന്റെ പെങ്ങള് കുത്തി, നീ ജോലിക്ക് പോയ സ്ഥലത്ത് നിന്റെ മേലുദ്യോഗസ്ഥൻ കുത്തി, നീ സ്നേഹിച്ചവര് കുത്തി, നീ നിന്റെ അപ്പം തിന്നവരും സ്തോത്രം, നീ പ്രാണസ്നേഹിതനെ കരുതിയവരും കുത്തി. ഇവരെല്ലാം കുത്തിയിട്ടു നിന്റെ അസ്ഥി ഒടിയാതെ അതിന്റെ ഇടയിലൂടെ ദൈവം തമ്പുരാൻ ഇന്ന് പകൽക്കാലം വരെ ഇരുത്തിയിരിക്കുന്നെങ്കിൽ ഇങ്ങനെ സ്തുതിച്ചാ മതിയോ? സ്വർഗം പറയുന്നു, അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. ദൈവം പറഞ്ഞതല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത്
കുത്തുകിട്ടിയ പലരും ഇരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ആന്റിമാരോടും ചാച്ചന്മാരോടും ചോദിക്കാം, ഇന്നേക്ക് 8 കൊല്ലം മുമ്പ് 10 കൊല്ലം മുമ്പ് ശത്രു ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് രോഗത്തിന്റെ ഭാവത്തിലോ മറ്റേതെങ്കിലും അപകടത്തിന്റെ ഭാവത്തിലോ അവൻ ഉപയോഗിച്ച കുന്തം ഒന്ന് തിരിഞ്ഞാ കേറിയിരുന്നതെങ്കിൽ 6ാം വാരി ഒടിഞ്ഞേനെ, പ്രവചനം തെറ്റിയേനെ, നിന്നെ പിന്നെ ഒന്നിനും കൊള്ളാതായേനെ. എന്റെ ദൈവം എത്ര വിശ്വസ്തൻ, എന്റെ ദൈവം എത്ര വിശ്വസ്തൻ. പോയ സ്ഥലത്തൊക്കെ പലരും മാറി മാറി പയറ്റി നോക്കിയിട്ടു എന്റെ ദൈവം നിന്നെ അപമാന വിഷയമാകാതെ, അസ്ഥി ഒടിയാതെ ഇന്നും നിന്റെ കൂടെ. നിന്റെ പ്രിയപ്പെട്ടവന് ചില മുറിപ്പാടുകൾ ഉണ്ടെങ്കിലും, ചില തൊളവീണ വിഷയങ്ങൾ ഉണ്ടെങ്കിലും നിന്റെ കൂടെ നിന്റെ തലമുറയെ തന്ന, നിന്റെ പ്രിയപ്പെട്ടവനെ തന്ന നിന്റെ ദൈവത്തിന് എങ്ങനെ നന്ദി പറയണം? എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എന്റെ സഹോദരന്മാരോട് പറയാ, കള്ളക്കഥകൾ ചമച്ച് നിന്റെ കാശ് വെട്ടിച്ച് നീ ഉണ്ടാക്കിയ അധ്വാന ഫലം മുഴുവൻ ചോർത്തെടുത്ത് നിനക്ക് നേരെ കുന്തം ചാണ്ടിയാലും നിനക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് പറയാൻ ഈ 7ാം തീയതി പകലക്കാലം പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് നിന്നെ ഇവിടെ കൊണ്ടുവന്ന ദൈവം നിന്നെ ചേർത്ത് പിടിച്ച് പറയുന്നു, മോനെ, അവർ1000 കുത്തുകുത്തിയാലു, ഹല്ലേലൂയ, അവര് കമ്പി വടി കൊണ്ട് നിന്റെ ചുറ്റും നടന്നാലു നിന്റെ അസ്ഥി ഒടിഞ്ഞിട്ടില്ല. നീ ഒരു പരാജിതനല്ല, നീ ഒരു തോൽവിയല്ല, നീ ഒരു ശാപമല്ല. നിന്നെ ദൈവം വീണ്ടും എഴുന്നേൽപ്പിക്കൂ. നിനക്കൊരു ജന്മം തരും ദൈവം. അസ്ഥി ഒടിയാതെ നീ താഴെ ഇറങ്ങിക്കോ. സ്വർഗം നിനക്ക് മറ്റൊരു ദിവസം തരും, മറ്റൊരവസ്ഥ തരും. നിന്റെ തലമുറയ്ക്ക് ദൈവം വീണ്ടും ഒരു അവസരം ഒരുക്കും. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരല്പ സമയത്തേക്ക് എന്നെ കുറിച്ച് ദൈവം ഈ പറയുന്നത്, എത്ര സൂക്ഷിച്ച ദൈവം എന്റെ ജീവിതം കൈകാര്യം ചെയ്യുന്നത്. ഞാൻ പോലും സൂക്ഷിക്കാത്ത പോലെ, ഞാൻ പോലും ശ്രദ്ധിക്കാത്തതുപോലെ എന്റെ ദൈവം എന്നെ സൂക്ഷിക്കുന്ന, എന്റെ ശരീരം സൂക്ഷിക്കുന്ന, എന്റെ കുടുംബത്തെ സൂക്ഷിക്കുന്ന, എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്ന, എന്റെ ശുശ്രൂഷ സൂക്ഷിക്കുന്ന. പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ എന്റെ ഉപനിധി സൂക്ഷിക്കുന്ന എന്റെ ദൈവത്തെ ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും? എന്റെ കർത്താവ് എത്ര വലിയവനാണ്. അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം എന്ന യാഗമർപ്പിച്ചുകൊണ്ട് രോഗത്തിന്റെ മേൽ രോഗം, പോരാട്ടത്തിന്റെ മേൽ പോരാട്ടം, കടഭാരം, കഷ്ടത, എന്തു ചെയ്താലും നഷ്ടം എന്ന ക്രമത്തിൽ നിന്നെ ആക്രമിക്കാൻ നിൽക്കുന്ന കുന്തധാരികളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ഇവിടെ വന്നത് വൃഥാവല്ല. സ്വർഗമി ആരാധിക്കുന്നവർക്ക് വിടുതൽ ഒരുക്കിയ അവസാനത്തെ പ്രോസസ് നടക്കിയ ആ കുത്തലുണ്ടല്ലോ, ആ കുത്തലുണ്ടല്ലോ, ദ ലാസ്റ്റ് പ്രോസസ് ആണ്. അതിനപ്പുറം നിന്നെ ഇനി ഒന്നും ചെയ്യാനില്ല. ശക്തമായിട്ട് ദൂതേറ്റെടുക്കുന്നവർ ഒരു 2-3-4 മിനിറ്റ് സ്തോത്രം ചെയ്ത് ഏറ്റെടുത്തു. ഇതിനപ്പുറം ഇനി ഒന്നുമില്ല, ഇതിനപ്പുറം ഇനി ഒന്നുമില്ല. അവന്റെ കലി തീർത്തത്, കുന്തം ചാണ്ടിയത് അവന്റെ അവസാനത്തെ പണിയാണത്. അതിനകത്തെങ്കിലും പ്രവചനം തെറ്റൂന്നാ വിചാരിച്ചത്, അപ്പം പറഞ്ഞ വാക്ക് തെറ്റൂന്നാ വിചാരിച്ചത്. ഇല്ല ബ്രദറെ, കഴിഞ്ഞ ആഴ്ച നടന്നത് 2023 കയറിയതിന് ശേഷം നിന്റെ ജീവിതത്തിൽ നടന്നത്, ഇന്നേക്ക് 8 കൊല്ലം മുമ്പ് നടന്നത് അവസാനത്തെ പണിയാണ്, അവസാനത്തെ കുത്താണ്. ഇനി നിന്നെ ഒന്നും ചെയ്യാനില്ല. ഇന്ന് പകലിൽ ഗോസ്പൽ സെന്ററിന്റെ ഓൺലൈനിൽ കയറിയവർ ഭാഗ്യവാന്മാരാണ്. എന്നേക്കാൾ ശക്തമായ വെളിപ്പാടുള്ള കർത്തൃദാസന്മാരുണ്ട്. ഈ ദിവസം ഇതിനേക്കാൾ വലിയ ആഘോഷമായ മീറ്റിംഗുകൾ ക്രമീകരിച്ച ലോക്കൽ സഭകളുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ഈ ദൂത് കേൾക്കാൻ, ഈ ആലോചന കേൾക്കാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ ഗോസ്പൽ സെന്ററിന്റെ ഓൺലൈനിൽ കയറ്റിവിട്ടത്, ഇന്ന് ഇവിടെ കയറി വന്നത് വൃഥാവാകത്തില്ല. സ്വർഗം നിന്നോട് പറയുന്നു, ഇനി അവന് നിന്റെ മേൽ ഒന്നും ചെയ്യാനില്ല. Holy, 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 holy.
ഒരുപാട് മുറിഞ്ഞവരെ, ഒരുപാട് കരഞ്ഞവരെ, ഒരുപാട് ചതഞ്ഞവരെ, ഒരുപാട് കുത്തുകൊണ്ടവരെ, ഒരുപാട് കുത്തുകൊണ്ടവരെ സ്വന്തം മക്കളുടെ കയ്യിൽ കുന്തം കൊടുത്തു. അമ്മക്കിട്ട് കുത്താൻ പറഞ്ഞു, അപ്പനിട്ട് കുത്താൻ പറഞ്ഞു. സ്വന്തം ജീവിത പങ്കാളിയെ ശത്രുവാക്കി അവന്റെ കയ്യിൽ കുന്തം കൊടുത്തു, എന്നിട്ട് കുത്താൻ പറഞ്ഞു. അങ്ങനെ അങ്ങനെ കുത്തേറ്റ ഒരുപാട് പേരെ ഇന്ന് ദൈവം കാണുന്നു. അവരോട് സ്വർഗം പറയുന്നു, പേടിക്കണ്ട, പേടിക്കണ്ട, ഞാനിവിടെ നിൽക്കുന്നുണ്ട്, ഞാനിവിടെ നിൽക്കുന്നുണ്ട്. ദൈവം നിന്നോട് പറയുന്നു, ഞാനിവിടെ നിൽക്കുന്നുണ്ട്. അവൻ കുത്തിയാലോ എന്റെ കൺട്രോളിലെ നടക്കത്തുള്ളൂ, നിന്റെ അസ്ഥി ഒടിയത്തില്ല. അപ്പച്ചാ എന്റെ സ്വർഗത്തിലെ അപ്പാ, 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 പിതാവേ, എന്റെ പിതാവേ, എന്റെ സ്വർഗത്തിലെ അപ്പാ, എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന, ഹല്ലേലൂയ, റബല ശബല രദല ശംദരദല, ഹല്ലേലൂയ, ഇതുപോലെ എന്നെ കരുതുന്ന, ഇതുപോലെ സഭയെ കരുതുന്ന എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ സ്വർഗീയ പിതാവേ, അങ്ങേക്ക് നന്ദി, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ പുകഴ്ത്തുന്നു. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക്, ദൈവത്തിന്റെ കൺട്രോളിന് ഞങ്ങൾ നന്ദി, നന്ദി, നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തെ ഞാൻ സ്തുതിക്കുന്നു. വലിയ നഷ്ടങ്ങൾ നിനക്ക് വന്നു കാണും. സ്വപ്നങ്ങൾ എടുത്ത് നീ പറമ്പും പെരയും വെച്ച് സ്വത്രം കച്ചവടം തുടങ്ങിയതായിരിക്കും, വിശ്വസിച്ചേൽപ്പിച്ചു കൊടുത്തതായിരിക്കും. അതെല്ലാം വലിയ തൊള വീണ വിഷയങ്ങളായി, വിലാപ്പുറം മുറിഞ്ഞ നൊമ്പരങ്ങളായി. ഇന്ന് പകലിൽ ധ്യാനിക്കുമ്പോൾ സ്വർഗം പറഞ്ഞു, എൻ്റെ ജനത്തോട് പറ, പുറമേ കാണുന്ന മുറിപ്പാടുകൾ കണ്ട് ഭാരപ്പെടണ്ട. അപ്പുറം ഇപ്പുറം കിടക്കുന്നവരെ കണ്ട് നീ കരയണ്ട. അവർക്കാർക്കും ഇതുപോലൊരു പ്രയാസം ഇല്ലല്ലോ. സ്വത്രം, അവർക്കാർക്കും ഇതുപോലെ മുറിവില്ലല്ലോ, ഇതുപോലെ ചോരയൊലിക്കുന്ന പാടുകളില്ലല്ലോ. സ്വത്രം, ഹല്ലേലൂയ, ഇതുപോലെ ട്രാജഡി അല്ലല്ലോ എന്ന് പറയണ്ട. നിന്നെ ദൈവമായ കർത്താവ് അകത്താ സൂക്ഷിച്ചിരിക്കുന്നത്, നിന്റെ പുറത്തല്ല സൂക്ഷിച്ചിരിക്കുന്നത്, നിന്റെ അകത്താ ദൈവം സൂക്ഷിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അർശബറഹദല ഹദഗ ജലദല ഹംദര റംശ പ്രബല ബശാരദര ഉഡബാരാജ ഹംദര രീഗമനാദന ഹംദര റംശ പ്രബല ഹസ്തര. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീസസ്, നന്ദി പറയുന്നു ഞങ്ങൾ, നന്ദി പറയുന്നു ഞങ്ങൾ. 73-ാം സങ്കീർത്തനക്കാരനായ ആസാഫ് ഇടത്തും വലത്തും കിടന്നവരെ നോക്കിയപ്പോൾ അവരുടെ ശരീരത്തിന് ഒരു കുഴപ്പമില്ല. സ്വന്തം അവർ പ്രാർത്ഥിക്കുന്നില്ല, യഹോവയെ ഭയപ്പെടുന്നില്ല. ഇന്നലെ വരെ കുത്തിപ്പൊളിച്ച് മോഷ്ടിച്ച് നടന്നവരാണ്, കള്ളന്മാരാണ്. അവന്റെ കയ്യിലിരിക്കുന്ന പണം അവന്റെ സ്വന്തമല്ല, വേർപ്പിന്റെ വിലയല്ല, അവൻ മോഷ്ടിച്ചതാണ്. എന്നിട്ടും അവന്റെ ശരീരം മുറിഞ്ഞില്ല. 73-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അവന്റെ ശരീരം ഉരുണ്ടിരിക്കുന്നു, അതിനകത്തും ഹല്ലേലൂയ മുറിവില്ല, പുഷ്ടി വെച്ചിരിക്കുന്നു. അവന്റെ കണ്ണുകൾ ഉരുണ്ടിരിക്കുന്നു. നടുക്ക് ദൈവത്തെ വിളിച്ച് ജീവിച്ച് എന്റെ കണ്ണ് സൂചി കോർത്ത് പുറത്തേക്ക് വന്നിരിക്കുന്നു. എന്റെ വിലാപ്പുറം തകർന്നിരിക്കുന്നു, എന്റെ പുറം പൊളിഞ്ഞിരിക്കുന്നു. അയ്യോ എന്റെ ദൈവമക്കളെ, പുറമേ ഏറ്റ ദുഃഖങ്ങൾ നീ ചില്ലിട്ട് വെക്കരുത്. നിന്റെ അകം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ പുറമേ രോഗമുണ്ടെങ്കിലും, നിന്റെ പുറമേ ശരീരത്തിൽ വ്യഥകളുണ്ടെങ്കിലും, നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരിക്കുക, നിന്റെ അകത്തെ മനുഷ്യൻ ശക്തനാണ്. നീ ഇന്നിവിടെ വീണ് മരിച്ചാൽ എന്നോടുകൂടെ പരദീസയിലാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ധൈര്യം തന്ന്, ഈ ബലം തന്ന് എന്റെ ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രതാമസിക്കുന്ന നിന്റെ രക്തബന്ധങ്ങളെ നോക്കി നീ നിന്നെ വിലയിരുത്തരുത്. ദൈവമില്ലാത്തവനും നിന്റെ വിശ്വാസത്തെ പള്ളു പറയുന്നവനും
വിശ്വാസികൾക്കെതിരെ കുതികാൽ ഉയർത്തുന്നവനും അപ്പുറം ഒരു കുഴപ്പമില്ലാതെ ഉരുണ്ട് തടിച്ച് കിടക്കുന്നു. സ്തോത്രം. പാപമില്ലാത്ത രക്തമായി പവിത്രമായി ജീവിച്ച നീ നടുക്ക് പൊളിഞ്ഞു കിടക്കുന്നു. ആളുകൾ നോക്കുമ്പോൾ സ്തോത്രം ഉടുതുണി പോലും പറിച്ചെടുത്ത് ശരീരമാസകലം തകർന്നു കിടക്കുന്നു. പൊതുജനത്തിൻ്റെ ചിന്തയിൽ നീ ആണ് ഏറ്റവും തകർന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വിലയിരുത്തിൽ കാതിലിടയ്ക്കിടയ്ക്ക് ദൈവം പറയും, മോനെ കുത്തു കുറേ കൊണ്ടിട്ടും അസ്ഥി ഒടിഞ്ഞില്ലല്ലോ. അപ്പനും മോനും കൂടി ക്രൂശ് എന്ന് പറയില്ലപ്പാ, ഇതുവരെ ഒടിഞ്ഞിട്ടില്ല. അസ്ഥി ഒടിഞ്ഞതിൻ്റെ വേദന പുറം കീറുന്നതിനേക്കാൾ വലുതാണ്. ഒടിഞ്ഞിട്ടുള്ളവർക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. കാലേ കുപ്പിച്ചില്ലുകൊണ്ട് ആ വേദനയുണ്ട്. കത്തിക്കാരെങ്കിലും ശരീരത്തിൽ വരഞ്ഞാൽ വേദനയുണ്ട്. സ്തോത്രം. നെറ്റി ചെന്ന് ഭിത്തിയിലിടിച്ച് തലപൊട്ടിയാൽ വേദനയുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വല്ലാത്തൊരു കട്ടുകഴപ്പാണ് അസ്ഥി ഒടിഞ്ഞാൽ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പുറ കിടക്കുന്നവന് മുറിവില്ലെങ്കിലും അവൻ്റെ വേദന ഭയങ്കരമാണ്. പക്ഷെ നടുക്ക് കിടക്കുന്നവന് വേദനയുണ്ട്, പക്ഷെ അസ്ഥി ഒടിഞ്ഞതിൻ്റെ വേദനയില്ല. ഇന്ന് പകലക്കാലം നീ വിചാരിക്കുന്നത് പോലല്ല കാര്യങ്ങൾ. നിനക്ക് താങ്ങാൻ കഴിയുന്ന വേദനയുള്ളൂ. കാരണം നിന്റെ അസ്ഥി ഒടിഞ്ഞിട്ടില്ല. നിനക്ക് ഊന്നി നിൽക്കാൻ പറ്റും, നീ പേടിക്കണ്ട. നിന്റെ കാലുകളിൽ നിനക്ക് താങ്ങാൻ പറ്റും. നിന്റെ കുടുംബഭാരം, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാരം, നിന്റെ കടഭാരം പേടിക്കണ്ട. ഞാനിവിടെ നിൽക്കുന്നിടത്തോളം കാലം നിന്റെ രണ്ട് കാലിൽ ഊന്നി നിൽക്കാനുള്ളതുള്ളൂ. നിനക്കൊരു നഷ്ടവും പറ്റിയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പെൺകുഞ്ഞുങ്ങളുടെ കാര്യം നീ പേടിക്കണ്ട. അസ്ഥി ഒടിയാതിരുന്നാൽ നിനക്ക് നിന്റെ കാലിൽ ഊന്നി നിൽക്കാനുള്ളതുള്ളൂ. നിന്റെ രണ്ട് പിള്ളേരും നിന്റെ തോളേൽ ഇരുന്നോളും. എന്നാൽ അസ്ഥി ഒടിഞ്ഞിട്ട് സ്തോത്രം നീ പൗഡറിട്ട് മിനിങ്ങി നടന്നാൽ നിന്റെ കൊച്ചുമോനെ പോലും നിനക്ക് എടുക്കാൻ പറ്റിയേല, നിനക്ക് തൊടാൻ പറ്റിയേല. എന്നാൽ ഇന്ന് പകലക്കാലം ദൈവം പറയുന്നു, നിനക്ക് നിന്റെ കുടുംബത്തിന്റെ ഭാരം ചുമക്കാം, നിനക്ക് നിന്റെ മക്കളുടെ ഭാരം ചുമക്കാം, നിന്റെ അപ്പന്റെ ഭാരം ചുമക്കാം, നിന്റെ അമ്മയുടെ ഭാരം ചുമക്കാം. കാരണം എന്താ? ഇന്നും ഞാനത് ചുമക്കാൻ കാരണം എന്റെ അസ്ഥി ഒടിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇടത്തോ വലത്തോ കിടക്കുന്നവനോട് ചോദിക്ക്, അസ്ഥി ഒടിഞ്ഞതിന് ശേഷം, അസ്ഥി ഒടിഞ്ഞതിന് ശേഷം ചോദിക്ക്, ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അപ്പുറത്തേക്ക് വെക്കാമോ എന്ന്. വെക്കാൻ പറ്റിയല്ല. കാരണം അസ്ഥി ഒടിഞ്ഞാ പിന്നെ ഭാരം ചുമക്കാൻ പറ്റില്ല. അസ്ഥി ഒടിഞ്ഞാ പിന്നെ നിവരെ നിൽക്കാൻ പറ്റില്ല. അസ്ഥി ഒടിഞ്ഞാ പിന്നെ ഒരു സാധനം എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റില്ല. അസ്ഥി ഒടിഞ്ഞാ പിന്നെ കാലുപൊക്കി ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇടത്തും വലത്തും കിടക്കുന്നവർക്ക് ഇനി ഒന്നും പൊക്കാൻ പറ്റില്ല, ഭാരം ചുമക്കാൻ പറ്റില്ല, ഒന്നും ചുമക്കാൻ പറ്റില്ല, ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. പക്ഷെ നടുക്ക് കിടക്കുന്നവരോട് ചോദിക്ക്, വേണമെങ്കിൽ കുരിശെ നിറക്കി വിടാമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ കുരിശ് ചുമന്ന് യെരൂശലേം നഗരം മുഴുവൻ ചുറ്റാം. കാരണം പുറമെ വേദനയുണ്ടെങ്കിലും എനിക്കിപ്പോഴും ഭാരം ചുമക്കാം. എത്ര പേർക്ക് തന്റെ ഇടത്തോടെ പറയാം? സ്തോത്രം. മനപ്രയാസമുണ്ട്, നഷ്ടങ്ങളുണ്ട്. പക്ഷെ ഇന്നും തമ്പുരാൻ സ്തോത്രം ഹല്ലേലൂയ എന്റെ ചുമലിലേക്ക് ഒരു ഭാരം കൂടി വെച്ചു തന്നാൽ ഞാൻ പരാതി പറയില്ല, എനിക്ക് വയ്യെന്ന് പറയില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്റെ മക്കളുടെ ഭാരം മറ്റൊരുത്തൻ ചുമക്കുന്നത് കാണേണ്ടി വരില്ല. അത്രയ്ക്ക് നിന്നെ ബലഹീനനാക്കത്തില്ല. ഞാൻ ദൈവാത്മാവിൽ പറയാം, നിനക്കിന്നും നിന്നെ ചുമക്കാം, നിനക്കിന്നും നിന്റെ മക്കളെ ചുമക്കാം, നിനക്കിന്നും നിന്റെ ഭാരം ചുമക്കാം, ഇന്നും നിനക്ക് നിന്റെ കുടുംബ ഭാരം ചുമക്കാം. കാരണം എന്താ? അസ്ഥി ഒടിഞ്ഞില്ല. ദൈവത്തിന് നന്ദി പറ. എന്നാൽ അസ്ഥി ഒടിഞ്ഞവനുണ്ട്. അവന് ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നെ എടുത്ത് കുടിക്കാൻ പറ്റില്ല, ഒരു മഗ് വെള്ളം എടുത്ത് മേത്തൊടിക്കാൻ പറ്റില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. എന്റെ ഹൃദയം തുടിച്ചോണ്ട് പറയുന്നു, നിനക്ക് ഇനിയും ചവിട്ടുപടികൾ ചവിട്ടി കയറാം, ഇനിയും നിനക്ക് സ്റ്റെപ്പ് കയറാം. നിന്റെ പുറം മുറിഞ്ഞേ ഉള്ളൂ, നിന്റെ കാലുകൾ ചലിക്കൂ. നിനക്കിനിയും അടുത്ത നിലയിലേക്ക് കയറാം.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കാം, നീ ഇപ്പോൾ സ്തോത്ര ഹല്ലേലൂയ അതിനേക്കാൾ അടിയിലായിരിക്കാം സ്തോത്ര. പക്ഷെ ദൈവം പറയുന്നു, അസ്ഥി ഒടിയാത്തത് കൊണ്ട് നീ കണ്ടോ, മുമ്പിൽ ഒരു സ്റ്റെയർ കേസ് നിനക്ക് വേണ്ടി ചാരി വെച്ചിരിക്കുന്ന ഒരു കോവണി കണ്ടോ. നിന്റെ അസ്ഥി ഒടിഞ്ഞിട്ടില്ലെങ്കിൽ നിനക്ക് ആ കോവണിയിലൂടെ ചവിട്ടി കയറാം, നിനക്ക് ആ സ്റ്റെപ്പിലൂടെ ചവിട്ടി കയറാം. സ്തോത്ര ഹല്ലേലൂയ. നിന്നെ ആരും തോളെ ചുമക്കേണ്ട ഗതികേട് ഈ 7-ാം തീയതി വരെ വന്നിട്ടില്ല. നീ ഒറ്റക്കല്ലേ, നീ തന്നെയല്ലേ. നിന്നെ ആരും ചുമക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. കാരണം അസ്ഥി ഒടിഞ്ഞിട്ടില്ല, അസ്ഥി ഒടിഞ്ഞിട്ടില്ല. പരീക്ഷയ്ക്ക് തോറ്റു, സത്യമാണ്. ഇന്റർവ്യൂ 4 അറ്റൻഡ് ചെയ്തു, തോറ്റു, സത്യമാണ്. ഗൾഫിലോ വിദേശത്തോ പോകാൻ വേണ്ടി പൈസ കൊടുത്തു, കള്ളൻ അതുകൊണ്ട് പോയി, സത്യമാണ്. ഇതൊക്കെ സത്യമാണെങ്കിലും അസ്ഥി ഒടിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനിയും നിനക്ക് കാനഡയിൽ പോകാം, ഇനിയും നിന്റെ സന്തതിക്ക് ഓസ്ട്രേലിയ പോകാം. അസ്ഥി ഒടിഞ്ഞിട്ടില്ല. അസ്ഥി ഒടിഞ്ഞാൽ പിന്നെ നടപ്പ് നടക്കുകയില്ല, പിന്നെ നിന്നെ ആരെങ്കിലും ചുമക്കണം. അതുകൊണ്ട് കാശ് പോയത് സത്യമാണ്, സമയം നഷ്ടപ്പെട്ടത് സത്യമാണ്, ഷുഗർ വന്നത് സത്യമാണ്, BP കൂടിയത് സത്യമാണ്, ഇതൊക്കെ സത്യമാണ്. പക്ഷെ അസ്ഥി ഒടിയാത്തിടത്തോളം കാലം എനിക്കിനി സാധ്യതയുണ്ട്, എനിക്കിനി സാധ്യതയുണ്ട്. ജീവിതത്തിൽ സാധ്യതയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. നിന്റെ ഭാരം നിനക്കിനി ചുമക്കാം. കാരണം സ്തോത്രം, അസ്ഥി ഒടിഞ്ഞിട്ടില്ല. സ്തോത്രം. എത്ര ശക്തവും എത്ര സുന്ദരവുമായിട്ടാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇത് പറയുന്നത്. ഹല്ലേലൂയ. കഷ്ടാനുഭവം അഴിച്ച സ്തോത്രം, കർത്താവ് എന്തെങ്കിലും ചെയ്തു എന്നല്ല, ഇത് നിങ്ങൾക്കുള്ള പച്ചയായ ദൂത് ഞാൻ നിങ്ങളോട് പറയുക. നമ്മെ സംബന്ധിച്ചൊന്നും വിഷയമല്ല. പിന്നെ പല സ്ഥലത്തുനിന്ന് വന്നിരിക്കുന്ന ആളുകളല്ലേ, ദുഃഖവെള്ളിയാഴ്ചയല്ലേ എന്നോർത്തോടെ ഞാൻ ക്രൂശിൽ ഒരു സംഭവം എടുത്തെന്നുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്നാലും ദൈവം പറയുന്നു, വന്നവനോട് ദൈവം ഇടപെടുന്നതിനായി സ്തോത്രം. സ്തോത്രം. വേദപുസ്തകത്തിൽ 7 വാക്യങ്ങളിലൂടെ അസ്ഥിക്ക് സംഭവിക്കാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. അതോടെ പറഞ്ഞ് നമുക്ക് ഒന്നിച്ചത് ചേർത്ത് വെച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങളെ സന്തോഷത്തോടെ മടക്കി അയക്കാം. ഒന്ന് വായിച്ചു വിടണം, പെട്ടെന്ന് വായിച്ചു വിട്ടേക്കാം. സമയം 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാം അവസാനിപ്പിക്കാം. 22-ാം സങ്കീർത്തനം സ്തോത്രം ഒരു മശിഹൈക സങ്കീർത്തനമാണ്. 22-ാം സങ്കീർത്തനത്തിന്റെ 17-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാമോ? 22-17 അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. നോക്കണം. സ്തോത്രം. മതി. അസ്ഥിയോട് ബന്ധപ്പെട്ടൊരു 7 വാക്യം ഞാൻ തരാം. സ്തോത്രം. എന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നറിയാം. ഈ വാക്യത്തിൽ പറയുന്ന എൻ്റെ അസ്ഥികളെല്ലാം എനിക്ക് എണ്ണാം. അതെപ്പോഴാണ് നമ്മൾ പറയുന്നേ? KFC ബർഗറൊക്കെ തിന്ന് ബലൂൺ വീർത്ത് തവളയെപ്പോലെ ഇരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുകയില്ല. പട്ടിണിയുള്ള കാലത്ത് എവിടെയെങ്കിലും കൂലിക്ക് പണിക്ക് പോയിട്ട് 3 മാസം കഴിഞ്ഞ് അപ്പം വരുമ്പോൾ നിക്കറ് മാത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ചെറുക്കനെ കാണുമ്പോൾ അമ്മയോട് പറയും, എൻ്റെ അസ്ഥിയൊക്കെ എണ്ണി എടുക്കാലോടി. എപ്പോഴാണ് പറയുന്നേ? നിങ്ങളിത് പെട്ടെന്ന് മറന്നുപോകും. ഞാൻ മരിച്ചാലും മറക്കില്ല ഇതൊന്നും. സ്തോത്രം. നമ്മുടെ ശരീരം ഉരുണ്ടപ്പോൾ നമ്മൾ പൊട്ടി വെച്ചപ്പോൾ ഈ കാലമൊക്കെ മറന്നു. പക്ഷെ നമുക്കത് മറക്കാൻ പറ്റില്ല. സ്തോത്രം പറഞ്ഞേ. അപ്പം എപ്പോഴാണ് അസ്ഥി എണ്ണിയെടുക്കുന്നത്? തിന്നാനൊന്നുമില്ലാതെ, ആരോഗ്യമില്ലാതെ, സ്തോത്രം, മറ്റു പലരും കഴിക്കുന്നത് കണ്ട് വെള്ളം ഇറക്കുമ്പോൾ അന്ന് ഇതുപോലെ വയർ നിറച്ചില്ലാതിരിക്കുമ്പോൾ എത്ര അസ്ഥിയുണ്ടെന്ന് എക്സ്റേ എടുക്കാതെ എണ്ണാം. ഒരുപക്ഷെ ദാരിദ്ര്യം, പട്ടിണി, സ്തോത്രം, ആഹാരമില്ലാത്ത സ്ഥിതി, റേഷൻ കടയിൽ നിന്ന് സ്തോത്രം റേഷൻ കാർഡ് മറ്റേ മഞ്ഞക്കാർഡോ ഏതാ കാർഡാ സ്തോത്രം, അതാണെങ്കിൽ പിന്നെ അരി വെറുതെ കിട്ടുന്നതിൻ്റെ പേരിൽ അരി കിട്ടും, കൂട്ടാനൊന്നും ഇല്ലാതെ. സ്തോത്രം. കഴിച്ച് നിൽക്കുമ്പോഴും നിൻ്റെ അസ്ഥി, കുപ്പായ ഊരിയിട്ട അസ്ഥി എണ്ണാൻ കണ്ണാടി നോക്കിയാൽ. എന്നാലും പേടിക്കണ്ട, ഒടിഞ്ഞിട്ടില്ലെങ്കിൽ രക്ഷപ്പെടാം. മറ്റുള്ളവരുടെ നടുവിൽ കുഞ്ഞുങ്ങളെ പിടിച്ചു നിർത്തുമ്പോൾ ഒരുപക്ഷെ സ്തോത്രം കണ്ടാൽ സങ്കടം തോന്നും. ഇന്നത്തെ പിള്ളേരെ കണക്കാക്കണ്ട, കാരണം അവർക്ക് ഉണ്ടായിട്ട് തിന്നാത്തതാ. സ്തോത്രം. ഇതങ്ങനെയല്ല, ആഗ്രഹം ഉണ്ടായിട്ടും കഴിക്കാനില്ലാത്ത കാലം. സ്തോത്രം. അന്ന് അസ്ഥി എണ്ണ അതുപോലെ ക്ഷീണിച്ച് ഞരങ്ങി
ദാരിദ്ര്യത്തിൻ്റെ കൂമ്പാരത്ത് നിൽക്കുമ്പോൾ, ആഗ്രഹിച്ചതൊന്നും കിട്ടാതെ വരുമ്പോൾ, ശരീരത്തിന് ബലമില്ലാതെ വരുമ്പോൾ അസ്ഥി എണ്ണാം, അസ്ഥികളെണ്ണാം. അതുപോലെ ആയിപ്പോയാലും പേടിക്കണ്ട, ഒടിയാതിരുന്നാൽ മതി. ഇനി ആ സങ്കീർത്തനം തന്നെ ഒരു വാക്യോട് വായിച്ച 22:14 വായിച്ച സങ്കീർത്തനം 22:14. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, അടുത്ത വാക്ക്, എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. രണ്ടാമത്തത്, അസ്ഥികൾ ബന്ധം വിട്ടു. സ്തോത്രം. ബന്ധം വിടുക അസ്ഥികൾ. എഗസ്കേൽ പ്രവചനത്തിലൊക്കെ കാണുന്ന അതാണ്. ഒറ്റയ്ക്ക് നിൽക്കേണ്ടതാണ് എല്ലാം കൂടി. പക്ഷെ എന്തൊക്കെയോ കാരണം കൊണ്ട് ബന്ധം വിട്ടുപോയി. ബന്ധം വിട്ടാൽ പ്രശ്നമാണെന്നറിയാം. പക്ഷെ ബന്ധം വിട്ട അസ്ഥിയും ദൈവം നോക്കിയാൽ കൂട്ടിച്ചേർക്കാൻ പറ്റും. അതുകൊണ്ട് രണ്ടാമത്തത് പറയാം, അസ്ഥി ബന്ധം വിട്ടാലും പേടിക്കണ്ട, ഒടിയാതിരുന്നാൽ മതി. എണ്ണിയെടുക്കാം, പക്ഷെ പേടിക്കണ്ട, ഒടിയാതിരുന്നാൽ മതി. 32-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം, 32-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം, 32:3. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. അസ്ഥി ക്ഷയിച്ചു, അസ്ഥി ശോഷിച്ചു. ബലഹീനത വരാം, പക്ഷെ ഒടിഞ്ഞില്ല. ഒത്തിരി ശോഷിച്ചു. ചില രോഗം വന്നാൽ അസ്ഥികൾ ശോഷിച്ചു പോകും. സ്തോത്രം. പക്ഷേ ഒടിയാൻ ദൈവം സമ്മതിച്ചില്ല. പട്ടിണി കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് അസ്ഥി എണ്ണാം. സ്തോത്രം. അടുത്തത്, രണ്ടാമത് നമ്മൾ പറഞ്ഞത്, പ്രശ്നങ്ങൾ കൊണ്ട് ബന്ധം വിടാം. മൂന്നാമത്തത്, രോഗം കൊണ്ട് അസ്ഥി ക്ഷയിക്കാം. ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം. ഇതൊക്കെ സംഭവിച്ചാലും ഒടിയാതിരുന്നാൽ ഇനിയും ചാൻസ് ഉണ്ട്. യോബിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യം വായിച്ചു നോക്കിയിട്ട്, 4:14. യോബിൻ്റെ പുസ്തകം 4:14. യോബിൻ്റെ പുസ്തകം 4:14. ഭയവും നടുക്കവും എന്നെ പിടിച്ചു, എന്റെ അസ്ഥികളൊക്കെയും കുലുങ്ങിപ്പോയി. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഭയം കയറിയാൽ അസ്ഥി വരെ കുലുങ്ങിപ്പോവും. സ്തോത്രം. നമ്മളെ പിടിച്ചു നിർത്തുന്നത് അസ്ഥിയാണ്. അസ്ഥിയുടെ ബലം കൊണ്ടാണ് നിവരെ നിൽക്കുന്നത്. പക്ഷേ ഭയം വന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, എൻ്റെ അസ്ഥി വരെയും കുലുങ്ങിപ്പോയി. ഭയം കൊണ്ട് കുലുങ്ങിപ്പോകാം, കിടുങ്ങിപ്പോകാം. സ്തോത്രം. ഓരോ വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. അടുത്തത് വായിച്ചു നോക്കിയാട്ടെ, സദൃശ്യവാക്യങ്ങൾ 17:22. സദൃശ്യവാക്യങ്ങൾ 17:22. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, അടുത്തത്, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. മനസ്സിന് ഭാരം വന്നാൽ അസ്ഥി ഉരുകി, അസ്ഥി ഉണങ്ങും, അല്ലേ? അസ്ഥി ഉണങ്ങാൻ തുടങ്ങും, മജ്ജ പറ്റും. മനപ്രയാസം വന്നാൽ, ഇതെല്ലാം ഒരു വിഷയം. ഇതെല്ലാം ഏൽക്കുന്നത് ആർക്കാ? അസ്ഥിക്ക. സ്തോത്രം. ഭയം വന്നാലും ഏൽക്കുന്നത് അസ്ഥിക്കാണ്. പട്ടിണി വന്നാലും ഏൽക്കുന്നത് അസ്ഥിക്കാണ്. മനപ്രയാസം വന്നാൽ ഏൽക്കുന്നത് അസ്ഥിക്കാണ്. അടുത്ത വാക്യം വായിച്ചു നോക്കിയ സദൃശ്യവാക്യം തന്നെ 14:30 വായിച്ചേ. 14:30. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. നോക്കണം, അതുണ്ടാകാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റതൊക്കെ വന്നാൽ പിന്നെ സ്തോത്രം. സംഭവം ഒടിയുന്നത് പോലെ തന്നെയാണ് ദ്രവിച്ചു പോകുന്നത്. സ്തോത്രം. ആദ്യത്തെ പ്രാവശ്യം എക്സ്റേ എടുത്തപ്പോൾ 2 വശത്തും കൂടി 6 12 അസ്ഥി ഉണ്ടായിരുന്നു. 1 കൊല്ലം കഴിഞ്ഞ് എക്സ്റേ എടുത്തപ്പോൾ 11.25 അസ്ഥിയുള്ളൂ. ബാക്കിയുള്ള അസ്ഥി അസൂയ കൊണ്ട് ദ്രവിച്ചു പോയതാ. മനസ്സിലായോ? സ്തോത്രം. പല അസ്ഥി ഇപ്പം എക്സ്റേ എടുത്ത് നോക്കിയാൽ കാണിയല്ല. കാരണം സ്തോത്രം, പലതും ദ്രവിച്ചു പോയി. അപ്പം അസൂയ വന്നാൽ അത് ഏൽക്കുന്നത് അസ്ഥിക്കാണ്, ദ്രവിച്ചു പോവും. ഒരെണ്ണോട് വായിച്ച് കേൾപ്പിക്കാം. ഹബക്കൂക്കിൻ്റെ പ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. ഹബക്കൂക്ക് 3-ാം അധ്യായം 16-ാം വാക്യം. ഹബക്കൂക്ക് 3:16 വായിച്ച്. ഞാൻ കേട്ട് എന്റെ ഉദരം കുലുങ്ങിപ്പോയി. അടുത്ത വാക്ക്, മുഴക്കം ഹേതുവായി എന്റെ അധരം വിറച്ചു. അവൻ ജനത്തെ ആക്രമിപ്പാൻ പുറപ്പെടുമ്പോൾ കഷ്ടദിവസത്തിൽ ഞാൻ വിശ്രമിച്ചിരിക്കേണ്ടത് കൊണ്ട് എന്റെ അസ്ഥികൾക്ക് ഉരുക്കം തട്ടി. ആക്രമണം നിമിത്തം അസ്ഥി ഉരുക്കം തട്ടി. പോരാട്ടം, പ്രശ്നം, ആക്രമണം, പീഡനം, അത് മേക്കുന്നത് അസ്ഥിക്കാണ്.
ഹബക്കൂക്കിൻ്റെ പ്രവചനം 3:16 വായിച്ചത്. 7 ആഘാതങ്ങൾ മനുഷ്യന് സംഭവിക്കുമ്പോൾ അസ്ഥി കേൾക്കാം. സ്തോത്രം. ഇതൊക്കെ സംഭവിക്കാം. ദാരിദ്ര്യം കൊണ്ട് അസ്ഥി തെളിഞ്ഞു വരും, എണ്ണിപ്പോകാം. വഴക്കും പ്രശ്നം ഉണ്ടാകുമ്പോൾ ബന്ധം വിട്ടുപോകാം. സ്തോത്രം. പിന്നെ ഭീതി വരുമ്പോൾ കുലുങ്ങിപ്പോകാം. അടുത്തത് ക്ഷയിച്ചു പോകാം. അടുത്തത് ഉണങ്ങിപ്പോകാം. അടുത്തത് ഭ്രമിച്ചു പോകാം, ഉരുകിപ്പോകാം. ഇതിനെല്ലാം കാരണമുണ്ട്. ഇത്രയും വിഷയങ്ങൾ വന്നാലും ഒടിഞ്ഞു പോകാതിരുന്നാൽ ശവക്കുഴിയുടെ അകത്തുനിന്നാണെങ്കിലും ദൈവം പൊക്കിക്കൊണ്ടുവരും. സൂക്ഷിക്കേണ്ടത്, പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം. പോകുമ്പോൾ ദൂതേറ്റെടുത്തവരോട് ഉപദേശം പറഞ്ഞു വിടാം. ഒരിടത്ത് പോയും അസ്ഥി ഒടിഞ്ഞിങ്ങോട്ട് വരരുത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ബാക്കി എല്ലാ കാര്യം മണത്താ മനസ്സിലാകുന്നവർ ഇത് മാത്രം മനസ്സിലാവാത്ത എന്താ? എവിടെയെങ്കിലും പോകുന്ന കൊള്ളാം, പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേക്ക് അസ്ഥി ഒടിഞ്ഞ് വരരുത്. കാരണം അസ്ഥി ഒടിഞ്ഞാൽ പിന്നെ റിജക്റ്റഡാണ്. ബാക്കിയെല്ലാം സഹിക്കാം. ഉരുകിയാലും ക്ഷയിച്ചാലും കുലുങ്ങിയാലും ഒന്നും പേടിക്കണ്ട. സഭയ്ക്കകത്ത് മരുന്നുണ്ട്. സ്തോത്രം. അതിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. പക്ഷെ എന്തൊക്കെ നേരിട്ടാലും ദൈവം തമ്പുരാൻ സമ്മതിക്കത്തില്ല ഇത് ഒടിയാൻ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനകത്ത് ഇത്രയും വലിയ കാര്യം ഇന്ന് പകൽ വരുന്ന ജനത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. പക്ഷെ ദൈവാത്മാവിൽ പറയാൻ വന്നവരോട് ദൈവം ഇടപെട്ട് പറഞ്ഞത്, നിന്നെ കുലുക്കാൻ നോക്കിയേക്കാം, നിന്നെ ഉരുക്കാൻ നോക്കിയേക്കാം, നിന്നെ ക്ഷയിക്കാൻ നോക്കിയേക്കാം, നിന്നെ ദ്രവിപ്പിക്കാൻ നോക്കിയേക്കാം, പക്ഷെ നിന്നെ ഒടിക്കാൻ പറ്റിയല്ല. അതിന് ഒരു തന്ത്രവും ഇനി ഇറക്കണ്ടെന്ന് നീ പ്രാർത്ഥനാ മുറിയിലിരുന്ന അന്ധകാര ശക്തിയോട് പറഞ്ഞേരെ. ഞാനിന്നൊരു ദൂത് കേട്ടിട്ടോ വന്നത്. 2023 ദുഃഖ വെള്ളിയാഴ്ച ഞങ്ങളുടെ ചർച്ചിനകത്ത് ഞങ്ങൾ കേട്ടത്, എന്നെ നിനക്ക് ക്ഷയിപ്പിക്കാം, എന്നെ നിനക്ക് വേദനിപ്പിക്കാം, മനപ്രയാസങ്ങളും രോഗങ്ങളും പോരാട്ടങ്ങളും നിമിത്തം കുലുങ്ങാം, ബന്ധം വിടാം, എണ്ണിയെടുക്കാം, പക്ഷേ ഒടിക്കാൻ പറ്റില്ല. കാരണം കൺട്രോൾ ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നിങ്ങളുടെ കുഞ്ഞിനെ ഇതുവരെ ഒടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നിങ്ങളുടെ മക്കളുടെ കുടുംബജീവിതത്തെ ഒടിക്കാൻ പറ്റിയിട്ടില്ല. കാശ് നഷ്ടമായി കാണും, പ്രശ്നങ്ങൾ വന്ന് കാണും, പേടിക്കണ്ട. ഒടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കടമൊന്നും ഇപ്പം നിങ്ങൾ പേടിക്കണ്ട. ദൈവത്തോട് പറ, അപ്പാ ഇത്രയും നാളത്തെ വിശ്വാസ ജീവിതത്തിൽ എങ്ങും പോയി ഞാൻ അസ്ഥി ഒടിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു ചാൻസോടെ തരണം. എൻ്റെ നാട്ടിൽ, എൻ്റെ ദേശത്ത് ഒടിയാത്ത അസ്ഥിയുമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ കുലുങ്ങിപ്പോയി, ക്ഷയിച്ചു പോയി. സ്തോത്രം. ദൈവമേ, എല്ലാം എണ്ണിയെടുക്കാം. അതുപോലെ ഷേപ്പ്ലെസ് ആയിപ്പോയി. അത്രയ്ക്ക് ദാരിദ്ര്യം എന്നെ കടന്നു പിടിച്ചു. ഞാൻ ഉരുകിപ്പോയി. എൻ്റെ അസ്ഥി ഒടിഞ്ഞിട്ടില്ല. ഒടിയാത്തവർക്കിനിയും ഒരു ചാൻസോടെ ദൈവം ഒരുക്കും. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഈ പ്രാർത്ഥനയും കൂടി കഴിഞ്ഞിട്ടേ പോകാവൂ. ഇത്ര നേരം അതൊക്കെയാരും നിങ്ങളിരുന്നല്ലോ. ഈ പ്രാർത്ഥനയെ കൂടെ കർത്തൃസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് നോക്ക്, വേറെ ആരിലേക്കും നോക്കണ്ട. കഴിഞ്ഞ 10 വർഷമായി, 13 വർഷമായി നിന്നെ ഒന്ന് ഒടിച്ചു കിട്ടാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് സാത്താൻ നോക്കിയത്. പക്ഷെ ദൈവം വിശ്വസ്തൻ. കുലുങ്ങി ഭ്രമിച്ച് ചിതറിത്തെറിച്ച് ഉരുകി അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പം നീ നിൽക്കുന്നത്. പക്ഷെ ദൈവം പറയുന്നു, നിനക്കൊരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. ദാവീദേ, അബദ്ധം കാണിച്ചു. ദൈവം പറഞ്ഞ വാക്ക് വിശ്വസിക്കാതെ ഞെരുക്കം കൂടിയപ്പോൾ നീ നേരെ അബീമേലെക്കിന്റെ അടുക്ക് പോയി. പോകാൻ പാടുള്ളതല്ലായിരുന്നു. ദൈവം ഒന്ന് അനുവദിച്ചു, എന്നാ പോയി ഒന്ന് പഠിച്ചിട്ട് വാ. പോയി. അവിടെ വെച്ച് അസ്ഥി ഒടിയായിരുന്നു. പക്ഷെ അവിടെയും നിന്നെ രക്ഷിച്ചു. നിങ്ങളെ തന്നെ നോക്ക്, എവിടെയൊക്കെ വെച്ച് ഒടിയായിരുന്നു. നിന്നെ വിളിച്ചുകൊണ്ടുപോയി വളരെ തന്ത്രപരമായി ഇല്ലാതാക്കാൻ നോക്കിയപ്പോൾ നീ സത്യം ഗ്രഹിച്ച് പോയതാ. പക്ഷേ നിന്നെ കൊല്ലാനായിരുന്നു പ്ലാൻ. അവിടെ വെച്ച് ഒടിക്കാതെ ദൈവം നിന്നെ കൊണ്ടുവന്നില്ലേ? സ്തോത്രം.
പറഞ്ഞു പറ്റിച്ച് ലക്ഷങ്ങൾ മേടിച്ചെടുത്തിട്ട് നിന്നെ തട്ടിക്കളയാനായിരുന്നു പ്ലാൻ. കാശ് പോയി, പക്ഷെ നീ ഒടിഞ്ഞില്ല. ദൈവം ഒരു ചാൻസോടെ കൊണ്ടുവരുന്നുണ്ട്. ആരോടോ ദൈവം പറയുന്നു, നിന്നെ കുരിശെ നിറക്കാൻ ദൈവം പ്ലാൻ ചെയ്യുന്നുണ്ട്. കുരിശെ കിടക്കുമ്പോൾ പലരുടെയും അസ്ഥി ഒടിഞ്ഞു, പക്ഷെ കുരിശെ കിടന്നിട്ടും എൻ്റെ അസ്ഥി ഒടിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തൊട്ടു പുറകെ നിന്നെ കുരിശെ നിറക്കാൻ ദൈവം ആളെ വിടും. ഇത് അവസാനത്തെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. ഈ വർഷത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് പോരാട്ടമാണ്. ഇത് കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം കുരിശെ നിറക്കാൻ, ആ ആണി ഊരാൻ, ഒരു ശീലയിൽ പൊതിയാൻ, നിന്നെ സൂക്ഷിക്കാൻ, നിന്നോട് കാണിക്കേണ്ട മര്യാദ ഔപചാരികതകൾ കാണിക്കാൻ സ്വർഗത്തിലെ ദൈവം ആരെയും അയക്കും. അതുവരെ തിരിയുന്നതും ചലിക്കുന്നതൊക്കെ സൂക്ഷിച്ചോളണം. അസ്ഥി ഒടിയരുത്. ഒടിഞ്ഞവനെ താങ്ങാൻ ദൈവത്തിന് കഴിയില്ല. സ്തോത്രം. നീ കുലുങ്ങിയാലും ഭ്രമിച്ചാലും എണ്ണിയെടുക്കാൻ പാകത്തിന് അസ്ഥിയും തോലുമായി മാറിയാലും പേടിക്കണ്ട. ഞാൻ നിന്നെ ഞരമ്പ് പിടിപ്പിച്ചോളാം, ഞാൻ നിനക്ക് മാംസം പിടിപ്പിച്ചോളാം, ഞാൻ നിന്നെ ത്വക്ക് പൊതിഞ്ഞോളാം. പേടിക്കണ്ട. ഞാൻ പ്രാർത്ഥിക്കട്ടെ, ഇന്ന് പകലിൽ വിശ്വസിക്കണം. ഇത് ഓർത്തിരിക്കാൻ കൊള്ളാവുന്നൊരു ദിവസമാണ് കലണ്ടറിൽ, ദുഃഖവെള്ളിയാഴ്ച. ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ദൂത് നിങ്ങളുടെ സ്വന്തമാക്കണം. ദൈവം അനുവദിച്ചാൽ നമുക്ക് കർത്താവിന് 1 കൊല്ലം സമയം കൊടുക്കാം. 1 കൊല്ലം. എൻ്റെ ദൈവമേ, അടുത്ത കൊല്ലം അങ്ങയുടെ വരവ് താമസിച്ചാൽ ഈ സമയമാകുമ്പോഴേക്കും എൻ്റെ എല്ലാ വിഷയങ്ങളും തീർക്കണം. എന്നെ ഈ കുരിശേ നിന്നിറക്കണം. എന്നെ ഈ കുരിശേ നിന്ന് എന്നെ ഈ കുരിശേ നിന്നിറക്കണം. എന്നെ ഈ കുരിശേ നിന്നിറക്കണം. എന്നെ ഈ കുരിശേ നിന്നിറക്കണം. അപ്പാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, ദൈവത്തിന് 1 സെക്കൻഡ് മതി, 1 ദിവസം തികച്ചു വേണ്ട. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പകലക്കാലം ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയുക, കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത വർഷം ഈ സമയത്ത് ഇതുപോലൊരു പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നീ കുരിശെ കിടന്നുകൊണ്ടായിരിക്കില്ല ആരാധിക്കുന്നത്. നീ കുരിശെ കിടന്നുകൊണ്ടായിരിക്കില്ല അന്യഭാഷ പറയുന്നത്. നീ നിന്റെ പ്രിയപ്പെട്ടവനെയും കുഞ്ഞുങ്ങളെയും കൂട്ടി കർത്തൃമേശ എടുത്ത് ദൈവത്തിന്റെ തിരുസഭയിൽ ജയാളികളുടെ കൂടെ ദൈവം നിന്നെ ഇരുത്തുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകലക്കാലം ദൂത് വരികയാണ്. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ആരാധിക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഓരോ ദൂതുകൾ എൻ്റെ ഹൃദയം പൊടിഞ്ഞുള്ളിൽ നിറഞ്ഞ് ദൈവാത്മാവിൻ്റെ സമ്മർദ്ദത്തിൽ ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു തരിക. നീ ഒറ്റയ്ക്കായി പോയൻ്റെ ആ കുരിശെ കിടന്ന് നീ പെടയുന്നത് ദൈവം കാണുന്നുണ്ട്. പേടിക്കണ്ട, ദൈവം നിന്നെ കുരിശെ നിറക്കും. സ്തോത്രം. കടം മേടിച്ച് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പറമ്പും പെരയും ആധാരം കൊണ്ടുവച്ച് അത് സ്തോത്രം വാള് തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്നത് പോലെ ഭീതിയുടെ നിഴലിൽ കിടക്കുന്നവരെല്ലാം ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്ക. ദൈവം നിന്നെ കടഭാരത്തിന്റെ കുരിശെ നിറക്കണം. അതിനൊരു യോസേപ്പിനെ നിന്റെ അടുക്കൽ അയക്കണം. നിന്റെ ആണി ഊരി നിന്നെ താഴെ കൊണ്ടുവരാൻ ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. നീ കിടക്കുന്നിടത്തും ദൈവം നിന്നെ താഴെ ഇറക്കും. അസ്ഥി ഒടിയാതെ സൂക്ഷിച്ചാൽ മതി. കുരിശ എന്നൊക്കെ താഴെ ഇറക്കാൻ ആളെ വിട്ടോളും ദൈവം. നീ അത് പേടിക്കണ്ട. സ്തോത്രം. അപവാദങ്ങൾ, കള്ളക്കഥകൾ, കേൾക്കാൻ കൊള്ളാവാത്ത ചീത്ത, സ്തോത്രം, കള്ളസാക്ഷികളെ നിരത്തിക്കൊണ്ടുള്ള കള്ളക്കളികൾ, നീ ആ കുരിശെ കിടക്കുവാണെങ്കിൽ ഇന്ന് പകലക്കാലം ദൈവത്തോട് പറ, 1 കൊല്ലത്തിൽ കൂടുതൽ ഇനി എടുക്കരുതപ്പാ. 1 കൊല്ലം ഞാൻ കരയാം, പ്രാർത്ഥിക്കാം. എല്ലാ അപവാദങ്ങളും അവമാനങ്ങളും തീർന്ന് എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെയും ദൈവമായ കർത്താവ് മാനിക്കണം. വാടക വീട്ടിൽ കിടക്കുന്നവർ അതൊരു കുരിശാണ്. പൂച്ചയില്ലം മാറ്റുന്നത് പോലെ എന്നും പൊതിഞ്ഞു കെട്ടി ചാക്കി കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കാൻ
സ്വന്തമായിട്ടൊരു വാഴ പോലും കുഴിച്ചു വെക്കാൻ നിവൃത്തിയില്ലാത്ത, സ്തോത്രം, എല്ലാവർക്കും എല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് മാത്രം ഒന്നുമില്ല. ദൈവത്തോട് പറ, ഒരു കൊല്ലത്തേക്കുള്ളെടുക്കരുത്, ഒരു കൊല്ലത്തേക്കുള്ളെടുക്കരുത്. അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോഴേക്കും ആ കുരിശെ നിറക്കണം. എന്നെ കൂടി ജീവിക്കാൻ അനുവദിക്കണം. എന്നെ കൂടി തറയിൽ നിർത്തണം, താഴെ നിർത്തണം. എൻ്റെ കാലുകൾ നിലത്ത് തൊട്ടിട്ടില്ല. നാളുകളായി എൻ്റെ കാലൊന്ന് തറയിൽ കുത്തിയിട്ട്. എന്നെ കൂടി തറയിൽ നിർത്തണം. കേസും വഴക്കുമായി കോടതി കയറി ഇറങ്ങി നടക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു തമാശ ആയിട്ടെടുക്കരുത്. ദൈവത്തോട് പറ, വിത്തിൻ 1 ഇയർ. ഞാൻ പറയുന്നത് അടുത്ത ദുഃഖവെള്ളി വരെ ഇരിക്കണമെന്നല്ല. ചിലപ്പോൾ മെയ്യിലെ ദൈവം അത് തീർത്തു തരും. ഒരു കൊല്ലത്തേക്കുള്ളെടുക്കരുതപ്പാ. ഞാൻ മടുത്തു, ഒറ്റക്കോടി മടുത്തു. നീചന്മാരുടെ വായിലെ വാക്കുകൾ കേട്ട് മടുത്തു. താങ്ങാനാവാത്ത വാക്കുകൾ കേട്ട് മടുത്തു. ഇനി എന്നെ അങ്ങനെയുള്ളവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തരുത്. എനിക്ക് വയ്യ കർത്താവേ. എന്നെ കുരിശേന്ന് നിറക്കണം. എൻ്റെ അസ്ഥി ഒടിഞ്ഞിട്ടില്ല. ബന്ധം വിട്ടത് ശരിയാണ്, ഉരുകിപ്പോയത് ശരിയാണ്, കുലുങ്ങിപ്പോയത് ശരിയാണ്, ബന്ധം ഒക്കെ വിട്ടത് ശരിയാണ്. പക്ഷെ ഒടിഞ്ഞിട്ടില്ലല്ലോ. എന്നെ കുരിശേ നിറക്കണം. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് 10 സെക്കൻഡെങ്കിലും ദൈവത്തോട് കരഞ്ഞോണ്ട് പറ. 10 സെക്കൻഡെങ്കിലും കരഞ്ഞോണ്ട് പറ, എന്നെ കുരിശേ നിറക്കണം. ഇനി താമസിക്കരുത്. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്വന്തം ജീവിത പങ്കാളിയാൽ തലകുനിയപ്പെട്ടവരിവിടെയുണ്ട്. കാശില്ലാതെ കടം മേടിച്ച് തിരിച്ചും മറിച്ചും ജീവിക്കുന്നവരുണ്ട്. 1 രൂപയുടെ വരുമാനമില്ലാതായിട്ട് നാളുകളായവരിവിടെയുണ്ട്. അധ്വാനിച്ചുണ്ടാക്കുന്നത് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പാല് മേടിച്ചു കൊടുക്കാനില്ലാതെ പലിശ കൊടുത്ത് കരയുന്നവരിവിടെയുണ്ട്. രോഗം കൊണ്ട് നാളെ ഞങ്ങളുടെ വീട്ടിലും എന്തായിരിക്കും, എൻ്റെ കണ്ണാൽ അത് കാണേണ്ടി വരുമോ എന്നോർത്ത് കരയുന്ന മക്കൾ ഇവിടെയുണ്ട്. അവരെ ആ കുരിശെ നിറക്കണം. ഞങ്ങളുടെ വീടൊരു വാർത്തയാകരുത്. പരിഹസിക്കാൻ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കാൻ ഇടയാകരുത്. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം കൂടി ഒന്ന് ഓർത്തേക്കണം. വിത്തിൻ 1 ഇയർ ഒത്തിരി കാര്യം നടക്കും. എൻ്റെ അമിതമായ വിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇന്നിവിടെ വന്നവർ ഭാഗ്യമുള്ളവർ, ഓൺലൈനിൽ കാണുന്നവർ ഭാഗ്യമുള്ളവർ, ഞാൻ നിങ്ങളെ നോക്കി കരമുയർത്തി പറയുന്നു, നീ കൊണ്ടുവന്നിരിക്കുന്ന ഭാരം അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും നിന്റെ ചുമലിൽ കാണില്ല. ദൈവം അത് എടുത്തു മാറ്റും. നിന്നെ ദൈവം മാനിക്കും. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അവർ ചുമക്കുന്ന ഭാരങ്ങൾ ദൈവം മാറ്റണമേ, കഷ്ടങ്ങൾ മാറ്റണമേ, ഞെരുക്കങ്ങൾ മാറ്റണമേ. മുഖം പൊത്തി കരയുന്നവരെ ഓർക്കണമേ, കണ്ണീര് തുടയ്ക്കുന്നവരെ ഓർക്കണമേ. ഈ ദിവസം ഞങ്ങൾക്ക് ഒരുക്കി വെച്ച ദൂതിനായി സ്തോത്രം. ഞങ്ങൾക്ക് അങ്ങയുടെ കാലിൽ ചുംബിച്ച് നന്ദി പറയാനുള്ള കടപ്പാടുണ്ട്. ഇത്രയൊക്കെ ശത്രു പോരാടിയിട്ടും ഇത്രയൊക്കെ തന്ത്രങ്ങൾ ഒരുക്കിയിട്ടും ആ വാരിയലുകൾക്കിടയിലൂടെ കുന്തം കയറിപ്പോയിട്ടും അവൻ അഹങ്കാരത്തോടെ അത് തിരിച്ചു വലിച്ചിട്ടും ഒരസ്ഥി ഒടിയാതെ ദൈവം സൂക്ഷിച്ചതിന് നന്ദി. ദൈവം കരുതിയതിന് നന്ദി, കൃപ തന്നതിന് നന്ദി. വീണ്ടും അനുഗ്രഹിക്കണം. അങ്ങയുടെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചയക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി അങ്ങയുടെ ദാസനാകുന്ന എനിക്ക് അങ്ങേലുള്ള അമിത സ്വാതന്ത്ര്യം കൊണ്ട് എൻ്റെ അടുക്കൽ അയച്ച ഈ ദൈവമക്കളെ നോക്കി കരഞ്ഞുകൊണ്ട് പറയുന്നു, 1 കൊല്ലത്തിൽ കൂടുതൽ എടുക്കല്ലേ അപ്പാ. ഇവരെ പണിതെടുക്കാൻ, ഇവരുടെ കഷ്ടങ്ങൾ നീക്കാൻ, ഇവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ ഇനി 1 കൊല്ലത്തേക്കുള്ളെടുക്കരുത്. അതിനുള്ളിൽ അത് സാധ്യമാക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ അവരെ ധൈര്യപ്പെടുത്തി അയക്കുന്നു. ബാക്കി ദൈവം പ്രവർത്തിക്കും. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ. സ്വർഗീയ പിതാവാം ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മയും കാവലും നീ പ്രാർത്ഥനയ്ക്ക് വരാൻ മനസ്സ് കാണിച്ച ദൈവമക്കളെ, ഓൺലൈനിൽ ഞങ്ങളെ വാച്ച് ചെയ്ത ദൈവമക്കളെ, നിങ്ങളെല്ലാവരോടും കൂടെ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരുവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ,